പൊന്മാൻ തിയേറ്ററുകളിലെത്തി. എല്ലാവരും നല്ല അഭിപ്രായമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ആരെങ്കിലും സിനിമ കണ്ടോ? എല്ലാവരും കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അപ്പോൾ പൊന്മാൻ നല്ല രീതിയിൽ അഭിപ്രായം വരുന്നുണ്ട്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ കൂടിയാണെന്ന് തോന്നുന്നു. പറയുന്ന ചെറുപ്പക്കാർക്കും അതേസമയം പറയുന്ന പ്രായമുള്ളവർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കഥാ സന്ദർഭങ്ങളിലും കൂടെ കടന്നു പോകുന്നൊരു സിനിമയാണ്. അതിൽ സംസാരിക്കുന്ന വിഷയം വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. സ്ത്രീധനം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് വളരെ വേറൊരു പെർസ്പെക്റ്റീവിലൂടെ സംസാരിക്കുന്ന സിനിമയാണ്. ഒപ്പം അതിലെ ക്യാരക്ടർ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിന് എന്താ പറയുക, ഭയങ്കര റിലേറ്റബിലിറ്റി ഉണ്ട്. ചെറുപ്പക്കാർക്കിടയിലൊക്കെ അജേഷ് എന്ന് പറയുന്ന ഒരു ഫൈറ്റർ എത്ര മോശം അവസ്ഥയിലാണെങ്കിൽ പോലും ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് പറയണം. ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല ശശിയെ എന്ന് പറയുന്ന പോലത്തെ സിറ്റുവേഷനിൽ നിന്ന് പോലും ഈ പറയുന്ന മനക്കട്ടിയോടെ കോൺഫിഡൻസ് ആണെല്ലാം. പോരാട്ടമാണ് ലൈഫ്. ആ പോരാട്ടത്തിൽ അലക്സാണ്ടർ ചക്രവർത്തിയാണ് അജേഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അവൻ്റെ ഒരു ഫൈറ്റും അവൻ്റെ ഒരു സർവൈവലും അവൻ്റെ ഒരു വിജയവും ചിലപ്പോൾ സിനിമ കാണുന്ന പ്രേക്ഷകൻ്റെയും കൂടെ ഒരു വിജയമായിട്ട് തോന്നുമായിരിക്കും. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആർക്കും അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കാം. ഇതിൽ പൊന്നാണ് അതിലെ വിഷയം. പൊന്ന് മാറ്റി അവിടെ വേറെന്ത് വെച്ചാലും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും ജീവിതത്തിൽ ഫേസ് ചെയ്യപ്പെടാനുള്ള സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അജേഷാണ്. അപ്പോൾ ആ രീതിയിൽ അജേഷ് ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും. ആ ക്യാരക്ടറിനെ കുറിച്ചാണ് കുറേ പേര് സംസാരിക്കുന്നുണ്ട്. വിളിക്കുന്നവരൊക്കെ അതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് വരുന്നത്. അജേഷ് ഭയങ്കരമായിട്ട് അവരെ ഇൻസ്പയർ ചെയ്തു, കണ്ണു നിറയിച്ചു. അവസാനം അജേഷിന് വേണ്ടി കൈയടിക്കാൻ തോന്നി എന്നുള്ള അത് തന്നെയാണ് ഈ സിനിമയുടെയും വിജയം. അപ്പോൾ സ്ത്രീധനം എന്ന് പറയുന്ന വിഷയം എപ്പോഴും നമ്മൾ സ്ത്രീകളുടെ കണ്ണുകളിൽ കൂടെയാണ് നമ്മൾ ആലോചിക്കാറ്. അതിനുവേണ്ടി സഹനം അനുഭവിക്കുന്ന ഒരു സ്ത്രീ, അവളുടെ കഷ്ടപ്പാടുകളും അവളുടെ കണ്ണുനീരും എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ ആയിരിക്കും. ആ ഒരു വിക്ടിമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പൊതുവെ സ്ത്രീധനം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ആദ്യം ആലോചിക്കുക. പക്ഷെ അങ്ങനല്ലാതെ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി എങ്ങനെ ആണുങ്ങളിലും കൂടെ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നു എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിടുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ആ പെൺകുട്ടിയുടെ ആങ്ങളെയും അച്ഛനും അമ്മയും മറ്റ് റിലേറ്റീവ്സും ആ പെൺകുട്ടി ഉൾപ്പെടെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കഷ്ടപ്പാട്, അതൊരു വലിയ ബേർഡനാണ്. ഇവരെല്ലാവരും ആ ഒരു വ്യവസ്ഥയുടെ വിക്ടിംസാണ്. എല്ലാവരെയും എന്താ പറയുക, പേടിയോടെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യമാണത്. ഒരു കല്യാണം എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടിയുടെ കല്യാണം എന്ന് പറയുന്നത് അതൊരു ബാധ്യതയായി മാറും എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സ്ത്രീധനം എന്ന് പറയുന്ന സമ്പ്രദായത്തിലൂടെ. അപ്പോൾ ആണുങ്ങൾക്കും അങ്ങനെ ഒരു സിസ്റ്റം വിക്ടിമായ കുറേ ആണുങ്ങളുടെയും ഒക്കെ കാഴ്ചപ്പാടിലൂടെ സ്ത്രീ അവിടെ സെക്കൻഡറി മാത്രമാണ് ഈ ഒരു സിനിമയിലെ നെറേറ്റീവിൽ. ആണുങ്ങളാണ് ഇതിൻ്റെ അകത്ത് പ്രശ്നം ബാധിക്കപ്പെട്ടിരിക്കുന്നത്. ഈവൻ എൻ്റെ ക്യാരക്ടർ മാത്രമല്ല, സജിന് അഭിനയിച്ചിരിക്കുന്ന മരിയാനോ എന്ന ക്യാരക്ടർ പോലും ആ ഒരു സിസ്റ്റത്തിൻ്റെ വിക്ടിമായിട്ടാണ് ഇതിൽ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു കൃത്യമായിട്ടൊരു നായകൻ വില്ലൻ എന്നുള്ള സങ്കല്പങ്ങൾക്കപ്പുറം ഈ സിനിമ കുറേ വിക്ടിംസിൻ്റെ കഥയാണ്. ഇവൻച്വലി നമ്മൾ തീരുമാനിക്കുന്നു ഇയാളാണ് നായകൻ, ഇയാളാണ് വില്ലൻ, ഇവരൊക്കെയാണ് ഈ സിനിമയിലെ എന്തൊക്കെയാണ് കഥാപാത്രങ്ങളെന്നും നമ്മൾ തന്നെ സിനിമ കണ്ടിട്ട് തീരുമാനിക്കുന്ന ഒരു പൊസിഷനിലേക്കാണ് അതിൻ്റെ എഴുത്തും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ജ്യോതിഷേട്ടൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. നമുക്കറിയാം കുമ്പളങ്ങി നൈറ്റ്സും ബ്രഹ്മയോഗവും ഒക്കെ ചെയ്ത സംവിധായകൻ എന്നുള്ള നിലയിൽ, ആർട്ട് ഡയറക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരുപാട് പേരെടുത്തിട്ടുള്ള അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള കലാസംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം എന്ന നിലയിൽ GR ഇന്ദുഗോപൻ സാറിൻ്റെ 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നോവൽ, ആ നോവൽ വായിച്ചിട്ടുള്ളവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ സിനിമ കാണാൻ. ഈ സിനിമയിൽ അവർ കണ്ട കഥാപാത്രങ്ങളും കഥാമുഹൂർത്തങ്ങളൊക്കെ എങ്ങനെ സിനിമയിലേക്ക് എത്തുന്നു എന്നുള്ള ആവേശം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഫീഡ്ബാക്സ് പറയുന്നത് അവരാരും നിരാശപ്പെട്ടില്ല. ബുക്ക് കണ്ട അതേ എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അതിന് മേലെയോ തന്നെ സിനിമയിലും വന്നിട്ടുണ്ട്. ആരും അതിൽ നിന്ന് താഴോട്ട് പോയിട്ടില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് എല്ലാവരുടെയും ഫീഡ്ബാക്സ്. അപ്പോൾ അതും ഒരു സിനിമ എന്നുള്ള നിലയിൽ ഇതിൻ്റെ വിജയമാണ്. അതിൻ്റെ ക്രെഡിറ്റ് ഇതിൻ്റെ തിരക്കഥ എഴുതിയ ഇന്ദുഗോപൻ ചേട്ടനും ജസ്റ്റിൻ മാത്യു, മിന്നൽ മുരളിയുടെ കോറൈറ്ററാണ്, ജസ്റ്റിനും അവകാശപ്പെട്ടതാണ്. അപ്പോൾ അവരുടെയും ഒരു വലിയ സക്സസ് ആണ്. പ്രത്യേകിച്ച് ഇതിലെ ഓരോ ഡയലോഗ്സും ആൾക്കാർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഈ പറയുന്ന ആജേഷ് എന്ന് പറയുന്ന ഡയലോഗും ജീവിതം ഒരു പോരാട്ടമാണ്. കിട്ടുന്ന സാഹചര്യത്തിലെല്ലാം നമ്മൾ എൻജോയ് ചെയ്യണം, അല്ലാത്ത സിറ്റുവേഷനിലെല്ലാം നമ്മൾ ഫൈറ്റ് ചെയ്യണം. ആ പോരാട്ടത്തിൽ അലക്സാണ്ടർ ചക്രവർത്തിയാണ് അജേഷ് എന്ന് പറയുന്ന ഡയലോഗും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന സുഹൃത്തിൻ്റെ അടുത്ത് നിന്നെ പോലുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്താൽ വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്യുന്ന എന്നെ പോലെയുള്ളവരെല്ലടാ അത് ബാധിക്കുന്നത് എന്ന് ചോദിക്കുന്ന അജേഷ് ഒക്കെ
ഒരുപാട് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ്. ജീവിതം പെട്ടെന്നൊരു ഡെഡ് എൻഡിലെത്തുമ്പോൾ ജീവിതം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന തോന്നലൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്കൊക്കെ ഒരു പക്ഷേ ആ സീനൊക്കെ ചിലപ്പോൾ ഒരുപാട് റിലേറ്റബിൾ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കാം അജേഷിൻ്റെ ഒരു കോൺഫിഡൻസും ആറ്റിറ്റ്യൂഡും. അപ്പോൾ ഓവറോൾ എല്ലാ ടെക്നീഷ്യൻസിൻ്റെയും ഇപ്പോൾ ഞാൻ ഇവരുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, പൊതുവെ അങ്ങനെയാണ് ഞാൻ എല്ലാം പറയും, പിന്നെ ഇവർക്കൊന്നും പറയാനുണ്ടാവില്ല. അതുകൊണ്ട് ഇവർ പറഞ്ഞോട്ടെ. എൻ്റെ ക്യാരക്ടർ അജേഷാണ്. ബാക്കി നിങ്ങളെ എളുപ്പമാക്കല്ലേ നന്ദി പറയൂ. അപ്പോൾ ബാക്കി ടെക്നീഷ്യൻസ് സാനു ജോൺ വർഗീസ്, അദ്ദേഹം വിശ്വരൂപം മുതൽ വലിയ സിനിമകളുടെ ക്യാമറാമാനാണ്. ബദായിഹോ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഹിന്ദി, തെലുങ്ക് സിനിമകളുടെയൊക്കെ ക്യാമറാമാനാണ്. അദ്ദേഹത്തിൻ്റെ മലയാളത്തിൽ അദ്ദേഹം ആർക്കറിയാം എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ ക്യാമറ. അദ്ദേഹത്തിൻ്റെ സിനിമാറ്റോഗ്രഫിയെ കുറിച്ച് കൊല്ലം എന്ന് പറയുന്ന സെറ്റിങ്ങിനെ മനോഹരമായിട്ട് ഒപ്പിയെടുത്തു എന്നുള്ളതിൽ സാനു ചേട്ടനെ കുറിച്ചും നല്ല റെസ്പോൺസസ് ആണ്. മ്യൂസിക് എടുത്തു പറയേണ്ടതാണ്. ജസ്റ്റിൻ വർഗീസിൻ്റെ മ്യൂസിക് പാട്ടുകളൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് പോപ്പുലറായി വരുന്നു. ഇതിലെ മ്യൂസിക് എല്ലാ മുഹൂർത്തങ്ങളെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യാനും അതിലെ ഹൈ മൊമെൻറ്റ്സിനെയൊക്കെ നന്നായിട്ട് എലിവേറ്റ് ചെയ്യാനും ഇമോഷണൽ രംഗങ്ങളെയൊക്കെ മനോഹരമായിട്ട് ചിത്രീകരിക്കാനൊക്കെ എലിവേറ്റ് ചെയ്യാനൊക്കെ ജസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. ജസ്റ്റിൻ്റെയും വൺ ഓഫ് ദ ബെസ്റ്റ് വർക്കുകളായിട്ടാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു നല്ല സെറ്റ് ഓഫ് ടെക്നീഷ്യൻസിൻ്റെയും ഒരുപാട് നല്ല സെറ്റ് ഓഫ് ആക്ടേഴ്സിൻ്റെയും ഒക്കെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് ഇപ്പോൾ സിനിമ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ റെസ്പോൺസസ്. തീർച്ചയായിട്ടും എല്ലാവരും കാണാൻ അത്രയും കോൺഫിഡൻസ് പോലെ ഞങ്ങൾ പറയുകയാണ്, ഇതൊരു നല്ല സിനിമയായിരിക്കും. ഇനി കാണാത്തവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആരെയും നിരാശപ്പെടുത്താത്ത നല്ലൊരു സിനിമയായിരിക്കും. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇതൊക്കെ തന്നെയാണല്ലോ നിങ്ങളെയൊക്കെ തന്നെ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. പറഞ്ഞു എനിക്ക് കൈമാറുന്ന കാര്യമില്ല. ഞാൻ കൈമാറാനാണോ? അല്ല, ശരിക്കും ഈ കല്യാണ പിരിവ് എന്ന് പറഞ്ഞ പരിപാടി എല്ലാ നാട്ടിലും ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലും കണ്ണൂരുണ്ട്. അതായത് വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ ആദ്യം 100 രൂപയായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുന്നേ, ചെറിയ കവറിലിട്ടിട്ട് പേര് എഴുതിയിട്ട് കൊടുക്കും. അപ്പം അതിന്റെ ഒരു ഭയങ്കര ഹെവി വേർഷനാണ് കൊല്ലത്ത് നടക്കുന്നത് എന്നുള്ളത് എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായി. ഈ സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് മനസ്സിലായത്. പണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ 500 ഇപ്പൊ എത്രയാണെന്ന് അറിയില്ല. ഞാൻ കല്യാണത്തിന് പൈസ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അതായത് കാർഡിന്റെ അടിയിൽ എഴുതുമല്ലോ, ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ കാര്യം പൈസ വാങ്ങിക്കുന്നുണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട് വേണ്ട. അപ്പൊ പൈസ വാങ്ങിക്കാന്നാണ് ചെയ്തത്. ഓ, ഒരു കയ്യടികളാണെങ്കിലും അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞ കാരണം എന്താ വെച്ചാൽ നമ്മള് ഈ കല്യാണത്തിന്റെ തലേ ദിവസം അല്ലെങ്കിൽ കല്യാണത്തിന് ഈ രാത്രിയൊക്കെ ഒരാൾ ഇരിക്കും ഇത് എഴുതി വെക്കാൻ വേണ്ടിട്ട്. എഴുതി വെച്ചിട്ട് അത് എത്രയാണ് ഒരു ബുക്കിൽ ഒരു എനിക്ക് തോന്നുന്നു 500 പേജിലെ ബുക്ക് നിറച്ചും ചിലപ്പോൾ ഉണ്ടാവും. അത്രയും പൈസ കിട്ടുന്നുണ്ടാവും. അത് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത്രയും വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് ഈ സിനിമയിൽ ഭയങ്കര വ്യക്തമായിട്ട് കാണിക്കുന്നത്. നമുക്ക് നാട്ടിൽ അങ്ങനെയില്ല. നാട്ടില് ശരിക്കും പറഞ്ഞാൽ ഒരു മര്യാദയുടെ പുറത്ത് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ കൊടുക്കാറില്ല, വാങ്ങിക്കാറില്ല. അപ്പോ അതും നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഈ ശരിക്കും ഈ അജേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എല്ലാവരുടെയും ഉള്ളിൽ അജേഷ് ഉണ്ട്. കാരണം ശരിക്കും പറഞ്ഞ ബേസിൽ ശരിക്കും ഒരു അജേഷാണ്. കാരണം IT-യിൽ ജോലി ചെയ്തിട്ട് സിനിമയിലെത്താൻ ഒരു മാർഗവും ഇല്ലാണ്ട് ഷോർട്ട് ഫിലിം ചെയ്ത് സിനിമയിലെത്തി, സിനിമ ഡയറക്ട് ചെയ്തു, അഭിനയിച്ചു. ഞാനും ആനന്ദും പണ്ട് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ പരിപാടിക്ക് ഞാൻ ആനന്ദിന്റെ വീട്ടിലാണ് താമസിച്ചത്. ഞങ്ങള് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടറില് TV-യിൽ കാണിക്കുന്ന എപ്പിസോഡിൽ പോലും എത്തിയിട്ടില്ല. അതിന്റെ ഓഡീഷന് പോയി. എറണാകുളത്തായിരുന്നു ഫസ്റ്റ് ഓഡീഷൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് ഓഡീഷൻ കഴിഞ്ഞിട്ട് അന്ന് സെലക്ട് ആയിട്ടില്ല. അന്ന് രാത്രി ഞാൻ ഇവരുടെ വീട്ടിലാണ് താമസിച്ചത്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അന്ന് 2000 എപ്പോഴോ. അപ്പൊ അതിന്നൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് സിനിമയിലെത്തി. ഇപ്പൊ നമ്മൾ കണ്ടുമുട്ടി. ഇപ്പൊ ഞാനാണെങ്കിലും ഞാൻ കണ്ണൂരിൽ നിന്ന് വന്ന് സിനിമയിൽ എത്താൻ പറ്റി. കുറച്ചുപേരെങ്കിലും തിരിച്ചറിയുന്നു, നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ ഉള്ളിലുള്ള അജേഷാണ്. അപ്പൊ ഈ സിനിമയിൽ അത് വ്യക്തമായിട്ട് അജേഷ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. അജേഷ് എന്ന് പറഞ്ഞിട്ട് ദീപക് എന്ന് പറയാനുള്ള എല്ലാവരുടെ ഉള്ളിലുണ്ട് അജേഷ് ഉറപ്പായിട്ടും.
നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ? ഇല്ലേ? പോരാളി പോരാളി അത് തന്നെ. ഇത് നേരത്തെ അലക്സാണ്ടർ എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ പോരാളി. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഈ ഒരു ക്യാരക്ടർ കിട്ടിയത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഈ സിനിമയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ സിനിമയിൽ എല്ലാവർക്കും ഒരു ബ്ലാക്കോ അല്ല വൈറ്റോ ഇല്ലാത്തൊരു ഷെയ്ഡ്സ് ആണുള്ളത്. എക്സെപ്റ്റ് ഈ മാർക്കണ്ടേ ശർമ്മ ഭയങ്കര നല്ല മനുഷ്യനായിട്ടാണ് എനിക്ക് ഈ കഥ വായിച്ചപ്പോഴും സിനിമ കണ്ടപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് ജീവിതത്തിൽ ശർമ്മ മാത്രമാണ് തന്നെ ബാധിക്കാത്ത പ്രശ്നത്തിൽ സഹായിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്നത്. അതിൽ പെട്ടുപോകുന്ന ഒരാളായിട്ടാണ് ശർമ്മയെ കാണിക്കുന്നത്. അപ്പൊ ആ ക്യാരക്ടർ വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സാണ്. എല്ലാ ക്യാരക്ടേഴ്സും തുടങ്ങിയെടുത്തല്ല നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ജേർണി എല്ലാ ക്യാരക്ടേഴ്സിനും ഈ സിനിമയിലുണ്ട്. അത് എഴുത്തിൻ്റെയും കൂടെ ഗുണമാണ്. അത് ആ നോവലിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ഒരു ഡെപ്തോടുകൂടി ആ ഒരു ഇൻറ്റൻസ് ആയിട്ട് നമുക്ക് സിനിമയിൽ കാണിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എൻ്റെ ഇതുവരെയുള്ള ചെറിയൊരു കരിയറിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഏറ്റവും ഗ്രാഫുള്ള ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് തരാൻ ധൈര്യം കാണിച്ച ജോയിച്ചേട്ടനും അതിന് കാരണമായ ബേസിൽ ബ്രോയ്ക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ സിനിമ കണ്ടവർക്കറിയാം ഈ ഒരു സിനിമ ഭയങ്കര കുറേ കാലത്തിന് ശേഷം മലയാള സിനിമയിൽ ഭയങ്കര നല്ലൊരു റൈറ്റിങ്ങും കുറേ ഡയലോഗ്സും ഒക്കെ ഉള്ള ഒരു പ്രത്യേകതരം രീതിയിലുള്ള ഡയലോഗ്സ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതിങ്ങനെ തന്നെ സിനിമയെ കാണിച്ച് ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെടുമെന്ന് നമുക്കൊരു സംശയമുണ്ട്. പക്ഷെ അതെല്ലാവരും ആൾക്കാർ ഏറ്റെടുത്ത് ഡയലോഗുകളെ പറ്റി എല്ലാവരും സംസാരിക്കുന്നുണ്ട്. കുറെ കാലത്തിന് ശേഷം സിനിമ കണ്ട എല്ലാവരും റിവ്യൂസ് ഇടുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിന്റെ പേരുകൾ ഇങ്ങനെ എഴുതി കാണുന്നത്. അപ്പൊ അത്രത്തോളം കഥാപാത്രങ്ങളുടെ പേരും ആ ഡയലോഗ്സ് എല്ലാം ആൾക്കാരുടെ മനസ്സിൽ പതിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അത് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെയുള്ള സിനിമയൊക്കെ സംഭവിക്കും. അതിലും നമുക്ക് ഒക്കെ ഒരു പാർട്ടാവാൻ കഴിയുന്നതും വല്ലപ്പോഴാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആവേശത്തിന് ശേഷം ചെയ്ത സിനിമയാണ് പൊന്മാൻ. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ പടത്തിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ. ഒരു കൊല്ലത്ത് നടന്ന ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് GR ചേട്ടൻ 4 ചെറുപ്പക്കാർ എന്ന നോവൽ എഴുതുന്നത്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ജ്യോതിഷേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമ പൊന്മാൻ. അപ്പോൾ അത് ഒരു നോവല് സിനിമയാക്കുന്നത് ചിലപ്പോൾ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റി നല്ല രീതിയിൽ അഭിപ്രായം കേൾക്കുന്നു. അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ പടത്തിൽ എല്ലാവർക്കും നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. എല്ലാവരും കണക്ട് ആവും. ഈ പറഞ്ഞ അമ്മമാർക്കും പെങ്ങന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഭയങ്കര രീതിയിൽ കണക്ട് ആവുന്നു. ഫാമിലി ഓഡിയൻസിന് എല്ലാ രീതിയിലും ഇമോഷണലായിട്ട് കണക്ട് ആവുന്ന ഒരു സിനിമയാണ്. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും കാണണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ പൊന്മാന്റെ കഥ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ 4 ചെറുപ്പക്കാർ എന്ന് പറഞ്ഞ നോവൽ അതിനുശേഷം വായിക്കുമ്പോഴോ ഉണ്ടായിരുന്ന അതേ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയാണ് ഇപ്പോൾ സിനിമ റിലീസായിട്ടും ഇവിടെ പ്രസ് മീറ്റിന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും എനിക്ക് അതേ എക്സൈറ്റ്മെന്റ് തന്നെയാണ്. സിനിമ അത്രയും നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പ്രിവ്യൂ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നിങ്ങളോട് എല്ലാവരോടും അത് തന്നെയാണ് പറയാനുള്ളത്. സിനിമ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും കണക്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. വളരെ കുറേ കാലത്തിന് ശേഷം നല്ല ലൈഫുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് പൊന്മാൻ തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഇവരെല്ലാവരും സംസാരിച്ച പോലെ ഇത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും എല്ലാവർക്കും പല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇത് പൊന്ന് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഫാമിലീസിന്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ പറ്റി. ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഫാമിലീസിലും ഇതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു ഡിസ്കഷൻ ഉണ്ടാവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ വിജയം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമ കണ്ടതിന് ശേഷം ഈ 4 ചെറുപ്പക്കാർ എന്ന നോവല് പിന്നെ വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഫേസ് ആയിരിക്കും അവർക്ക് കിട്ടുന്നതെന്ന് വിചാരിക്കുന്നു. അതും ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുന്നു. ശരിയല്ലേ? പുതിയ പതിപ്പിന്റെ കവറിൽ ബേസിൽ ബ്രോയുടെ ഫോട്ടോയാണ്. സൈഡിൽ ഞങ്ങളുടെ ഇവിടെ വെക്കായിരുന്നു. പടം റിലീസാകുന്ന ദിവസം താങ്കൾ ന്യൂസ് ചാനലിലെ ഗസ്റ്റ് ആയിട്ട് വരികയാണ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞ സമയത്ത് ഒരു കുട്ടിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട വാർത്ത കയറി പോകുന്നു.
ആ സമയത്തൊന്നും നിങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ല, ഫ്ലോറിലേക്ക് കയറാൻ പറ്റില്ല. 9:30 ഷോയ്ക്ക് കയറണം. പക്ഷെ ഞാൻ കണ്ട ഏറ്റവും കൂൾ മാനായിട്ട് നിങ്ങൾ അവിടെ ഇരിക്കുന്നു. ജീവിതത്തിൽ സിനിമ ഇങ്ങനെയാണ്. കാരണം ഫസ്റ്റ് ഷോ പടം കാണാൻ പോകണം പറഞ്ഞു വെച്ച ന്യൂസ് ചാനലിൻ്റെ ഗസ്റ്റായിട്ട് വന്നിട്ട് അവിടെ ഒരു പെട്ടെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത കാരണം കയറാൻ പറ്റുന്നില്ല. ഞാൻ നോക്കുമ്പോൾ ബേസിൽ ജോസഫ് എന്നുള്ള കൂൾ മാനായിട്ടിരിക്കുന്നു. ജീവിതത്തിൽ സിനിമയിൽ ഇങ്ങനെയാണോ? ഒരു പടം റിലീസാവുന്ന ദിവസം നമുക്ക് ഫസ്റ്റ് ഷോയ്ക്ക് പോകണം, ഇവിടെ ഗസ്റ്റായിട്ട് കയറാൻ പറ്റില്ല, ബട്ട് നോ ടെൻഷൻ. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് ചോദിച്ചു. സിനിമയെ കുറിച്ച് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സിനിമ കാണാൻ പോകുന്നതിന്റെ ടെൻഷൻ എന്തായാലും ഉണ്ട്. അല്ലാതെ നിങ്ങളുടെ പ്രോഗ്രാം എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രയോറിറ്റീസ് ഉണ്ടാവുമല്ലോ. അതങ്ങനെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് നിങ്ങൾക്ക് കൊടുക്കുക എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് അവിടെ കയറി ഒന്ന് വെയിറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ കൂളാണ്, മാക്സിമം കൂളായിട്ടിരിക്കാനാണ് നോക്കുന്നത്. എന്നാലും ഉള്ളിൽ നല്ല ടെൻഷനുണ്ട്, പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഈ വാച്ചൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരും, കുറച്ച് തീവ്രത്തെടുക്കും, ഒരു സൂര്യൻ്റെ മുമ്പിൽ പോയി കുറച്ച് ശ്വാസം അകത്തോട്ട് വെച്ച് പുറത്തോട്ട് വിടും, ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന നോട്ടിഫിക്കേഷൻ വരും ഇടയ്ക്കിടയ്ക്ക്. സ്ട്രെസ്സിനൊന്നും ഒരു കുറവില്ല. ഇതിങ്ങനെയൊക്കെ പോകുന്നു. സാറിന്റെ കഥകളിലെ ഏറ്റവും മികച്ച സിനിമയാണ് പൊന്മാരം നമ്മൾ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകരും പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് മുമ്പും പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇത് കണ്ടിറങ്ങുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും, അത് ഏതൊരു മിഡിൽ ക്ലാസ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതന്നെ, ഈ ബുക്ക് വായിച്ചവരുടെ ഒക്കെ ഒരു ഫീഡ്ബാക്സ്. ബുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ബുക്ക് വായിച്ചുകൊണ്ടാണ് അത് ചെയ്യാം എന്ന് തീരുമാനം എടുക്കുന്നത്. ബുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് ചെയ്തിട്ടേ ഉള്ളൂ, ഇത് ചെയ്തിട്ടേ വേറെ എന്ത് പരിപാടിക്കും പോകുന്നുള്ളൂ, ഇത് ചെയ്യണം, അങ്ങനെ ഒരു തീരുമാനം ആദ്യം തന്നെ എടുത്തായിരുന്നു. പക്ഷെ ബുക്ക് വായിക്കുന്ന പോലെ അല്ല സിനിമയിലേക്ക് വരും. ഇപ്പോൾ ബുക്കിൻ്റെ അതിൻ്റേതായിട്ടുള്ള ലിബർട്ടീസ് ഉണ്ട്. ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പേസിൽ നിന്ന് നമ്മൾ കാണുന്ന വിഷ്വൽസും നമ്മൾ കാണുന്ന മുഖങ്ങളും ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. നമ്മൾ തന്നെ ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്നാൽ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയായിട്ട് വേണം അതിനെ കാണാൻ. അപ്പോൾ ആൾക്കാർക്ക് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലിബർട്ടീസും ബുക്കിൻ്റേതായിട്ടുള്ള അത്രയും സമയവും ഡീറ്റെയിലിങ്ങുകളും നമുക്ക് ഒരിക്കലും സിനിമയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ബുക്കിൽ നിന്ന് സിനിമയിലേക്ക് ആകുമ്പോൾ ആ ബുക്കിൻ്റെ ഒരു സോള് ചോർന്നു പോകാതെ എങ്ങനെ സിനിമയിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് സ്ക്രിപ്റ്റ് ആക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള, എന്നാൽ ബുക്കിലെ കുറേ കാര്യങ്ങൾ സിനിമയിലേക്ക് വന്നപ്പോൾ മാറിയിട്ടുണ്ട്. ബുക്കിൽ വഴി കൂടെ അല്ല സിനിമ സഞ്ചരിച്ചിരിക്കുമ്പോൾ. സിനിമ സ്ക്രിപ്റ്റ് ആയപ്പോൾ വേറെ വഴി കൂടെയാണ് സിനിമ സെക്കൻഡ് ഹാഫിലൊക്കെ സഞ്ചരിക്കുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് ജസ്റ്റിൻ മാത്യുവിനും കൂടെ ഉള്ളതാണ്. ഇതിൻ്റെ സ്കോർ റൈറ്റർ ജസ്റ്റിനാണ് പല മേജർ പ്ലോട്ട് പോയിന്റ്സും മാറ്റി ആലോചിച്ചതും ചിന്തിച്ചതൊക്കെ. പിന്നെ GR ഗോപി ചേട്ടൻ്റെയും നല്ല കോൺട്രിബ്യൂഷൻ, ഓഫ് കോഴ്സ് ജ്യോതിഷ് ചേട്ടൻ്റെയും. അപ്പം എല്ലാവരുടെയും കൂടെ എല്ലാവർക്കും അറിയാവുന്നത് സിനിമയായിട്ട് നന്നായിട്ട് വരണം. സിനിമയാകുമ്പോൾ ബുക്കിൽ നിന്ന് വലിയ രീതിയിൽ മാറ്റങ്ങളില്ലാതെ ബുക്കിനേക്കാളും നന്നായാൽ അത്രയും സന്തോഷം. എന്നാൽ ബുക്കിൻ്റെ അത്രയെങ്കിലും തന്നെ നമുക്ക് എത്തിക്കണം എന്നുള്ളൊരു ഒറ്റ ഒരു വിശ്വാസം തന്നെയാണ് നമ്മൾ ആദ്യം മുതലേ ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ എല്ലാവരും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തത്. ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നേരിട്ട് കഥാപാത്രങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചിരുന്നു. ഒരു കാര്യം പറയാനുണ്ട്, വിട്ടുപോയായിരുന്നു. അപ്പോൾ ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ബേസിക്കലി. ഇതിൻ്റെ ഇത് നടന്നത് കൊല്ലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇതിൻ്റെ സംവിധായകൻ ജ്യോതിഷേട്ടൻ്റെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഈ 4-5 ചെറുപ്പക്കാരെന്നാണ് നോവലിൻ്റെ പേര്. ആ 4-5 ചെറുപ്പക്കാരിൽ ഒരു ചെറുപ്പക്കാരൻ അന്ന് ജ്യോതിഷേട്ടനായിരുന്നു. ഇന്നത്തെ ചെറുപ്പക്കാരനല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അതെ, ഇതിൽ മറുത എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ജ്യോതിഷേട്ടൻ്റെ ശരിക്കുള്ള ക്യാരക്ടർ റിയൽ ലൈഫിൽ. പിന്നെ ഇതിൽ മാർക്കണ്ഡേയ ശർമ്മ എന്ന് പറയുന്ന ദീപക് ചെയ്ത ക്യാരക്ടർ ആക്ച്വലി റിയൽ ലൈഫിൽ ഉണ്ടായിരുന്നത് ബാലാജി ശർമാജി എന്ന് പറയുന്ന ആക്ടറാണ്, രാജേഷ് ശർമ്മ. അദ്ദേഹമാണ് റിയൽ ലൈഫിൽ ആ മനുഷ്യൻ. അദ്ദേഹം ഈ സിനിമയിൽ പള്ളിയിലച്ചൻ റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇതിലൊരു സീനുണ്ട്, പള്ളിയിലച്ചനായിട്ടുള്ള ശർമാജി വന്നിട്ട് ദീപകിൻ്റെ അടുത്ത് വന്നിട്ട് ഡയലോഗ് പറയുന്ന സീൻ. അതായത് റിയൽ ലൈഫിലെ ആള് സിനിമയിൽ അഭിനയിക്കുന്ന ആളുടെ അടുത്ത് കോമ്പിനേഷൻ സീനിൽ വന്നിട്ട് എടാ നോക്കി കണ്ടൊക്കെ നിന്നോളെ എന്ന് പറയുന്ന ഒരു അപൂർവ ഒരു മൊമെന്റും ആക്ച്വലി ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് അജേഷ് PP എന്ന് പറയുന്ന ഇതിലെ സെൻട്രൽ ക്യാരക്ടറിനെ ആക്ച്വലി റിയൽ ലൈഫിലുള്ള ആളെ അന്നത്തെ സംഭവത്തിന് ശേഷം പിന്നെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഈ പറയുന്ന 4-5 ചെറുപ്പക്കാരും കണ്ടിട്ടില്ല, വേറെ ആരും കണ്ടിട്ടില്ല. ഇത് കാണുന്ന അജേഷ് PP ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഈ പറയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും റിയൽ ലൈഫ് അജേഷിനെ നേരിട്ട് കാണാൻ താല്പര്യമുണ്ട്. ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന അജേഷിന് കിട്ടാനുള്ള ആ സ്വർണത്തിനുള്ള അത്രയും പൈസ നമ്മൾ അജേഷിന് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അജേഷ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അജേഷ് തീർച്ചയായിട്ടും ഇത് കാണുന്നുണ്ടെങ്കിൽ
ഇപ്പൊ എല്ലാ അജേഷുമാരും വരിക റിയൽ ലൈഫ് മര്യാദ ഉണ്ടെങ്കിൽ ഒന്നും മിണ്ടാണ്ട് അവിടെ ഇരുന്നോ, വരികയേ വേണ്ട. എനിക്ക് കാണണ്ട, ബേസിലാണ് കണ്ടു. അല്ല മര്യാദ സജിനെ കണ്ട് ഇടിക്കും. ഞാനിങ്ങനെ നല്ലായിരുന്നു പറഞ്ഞിട്ട് എന്നെ കണ്ടാലും ഇടിക്കായിരിക്കും. പേരുകൾ വളരെയധികം യൂണിക്കാണ്. അങ്ങനെ കുറെ പേരുകൾ ഡിഫറെന്റ് ആയിട്ടുണ്ട്. അപ്പൊ അവിടെ കോമൺ ആയിട്ട് അജീഷ് എന്ന് പറഞ്ഞ പേര് അപ്പോഴൊരു സ്ക്രിപ്റ്റ് വായ സമയത്ത് എനിക്കിവിടെ ഒരു വെറൈറ്റി പേര് കിട്ടിയായിരുന്നു. ഇല്ല, അത് ക്യാരക്ടർ ആക്ച്വലി തീരദേശ മേഖലയിൽ നടക്കുന്ന കഥയായതുകൊണ്ട് അവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് ഇങ്ങനത്തെ പേരുകൾ. അങ്ങനത്തെ ഒരു ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള പേരുകളാണ്. ടെറൻസ് ബ്രൂണോ, ഈ പറയുന്ന മരിയാനോ റോബർട്ടോ, സ്റ്റെഫി ഗ്രാഫ്, ജക്ക് ദേവസി, ബ്രോഷ്, മാർക്കണ്ഡേ ശർമ്മ എന്നൊക്കെ പറയുന്ന പേരുകളാണ്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് പുറത്തുനിന്ന് വരുന്ന കയറുന്ന ഒരാളാണ് അജേഷ്. അപ്പോൾ അജേഷിന് ആ പേര് സ്യൂട്ടബിൾ ആവില്ല. അജേഷ് വേറെ സിറ്റിയിൽ അവിടെ കൊല്ലം ടൗണിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ പുള്ളി ഈ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളല്ല. അപ്പോൾ അജേഷിന് അപ്പോൾ അതുകൊണ്ട് വേറൊരു പേര്, അജേഷിനും കുറച്ച് അങ്ങനത്തെ വ്യത്യസ്തമായ പേരിട്ടിരുന്നെങ്കിൽ പക്ഷെ ആ ഒരു സ്ട്രൈറ്റർ ആയിട്ട് ഫീൽ ചെയ്യില്ല. അതെ അതെ. ആളുകൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതായത് ഒരു ഹ്യൂമർ കഥാപാത്രം ഒന്ന് സ്ക്രീനിൽ കുറെ നേരം നിന്നതിന് ശേഷം ഒരു സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞിട്ട് പെട്ടെന്ന് പോകുന്ന അല്ലെങ്കിൽ ഒരു മെസ്സേജ് തന്നു പോകുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരു കഥാപാത്രമാണ് പൊന്മാനിലെ കഥാപാത്രമായിട്ട് അങ്ങനെ ഫീൽ ചെയ്തോ? എനിക്ക് എൻ്റെ ആക്ടിങ് കരിയറിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ക്യാരക്ടറാണ് അജേഷ്. ബാക്കി ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ എഴുതിയിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള അത് ഈ ലിറ്ററേച്ചറിനെ കൂടെ ഗുണമാണ്. ഒരു നോവലിൽ അതിനെക്കുറിച്ച് അത്രയും ആധികാരികമായിട്ട് എഴുതിയിട്ടുണ്ട് ആ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ എല്ലാ ലേയേഴ്സും. പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ അത്രയും നമുക്ക് അറിയാലോ ആ ക്യാരക്ടറിനെ കുറിച്ച്. ഫുൾ ക്യാരക്ടർ സ്റ്റഡി തന്നെയാണല്ലോ ആ നോവലും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അഭിനയിക്കുമ്പോഴും അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. അത്രയും നന്നായിട്ട് എഴുതിയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ബാക്കി സിനിമകളിലൊക്കെ ക്യാരക്ടേഴ്സ് വെൽ റിട്ടൺ ആണ്. എന്നാൽ പോലും ഏറ്റവും അധികം ലെയേർഡ് ആയിട്ടും ഡെപ്തിൽ എഴുതിയിട്ടുള്ള ഒരു ക്യാരക്ടർ അജേഷിൻ്റെതാണ്. അതുകൊണ്ടും കൂടെയാണ് ആ ക്യാരക്ടർ ആൾക്കാർക്ക് ഇത്രയും എന്താ പറയുക ബെസ്റ്റ് ആയിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്ത ക്യാരക്ടറായിട്ട് തോന്നുന്നു, ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച സിനിമയായിട്ട് തോന്നുന്നു എന്നൊക്കെ തോന്നാനുള്ള കാരണം ആ ക്യാരക്ടർ അത്രയും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതും കൂടെ തന്നെയാണ്. എവിടെയെങ്കിലും ഈ സഞ്ജയനെ കാണുമ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ ഏകദേശം ഒരു വില്ലനായിട്ട് തന്നെ നമുക്ക് തോന്നും. അങ്ങനെയാണ് സ്ക്രീനിൽ കാണുന്നത്. അപ്പം വില്ലനെ വളർത്തി അടിക്കുന്ന ഒരു ആക്ഷൻ ഹീറോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു മസിൽ പവർ കാണിക്കുന്ന ഒരു ഹീറോ ആയിട്ടോ ബേസിൽ നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സ്ക്രീൻ വളർത്തി അടിക്കുന്ന ഒരു വില്ലനെ വളർത്തി അടിക്കുന്ന ഒരു നായകനായിട്ടല്ലേ തോന്നുന്നത്? അല്ല, അങ്ങനെ ഒരിക്കലും വർക്കാവില്ല. ഞാൻ മുമ്പ് പറഞ്ഞു, ഞാൻ KGF മറ്റേ വില്ല് വയലൻസ് എന്ന് പറഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എന്ന് പറയും. അപ്പൊ ആ തിരിച്ചറിവ് നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ മറ്റേ കരാട്ടെ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ച് ആദ്യത്തെ സീനിൽ തന്നെ അങ്ങനെ മാസമായിട്ടുള്ള റോളാണെങ്കിൽ അങ്ങനെ പഠിച്ചു വന്ന് കാണുന്നവർക്ക് തോന്നണം ഇവൻ ചിലപ്പോൾ നാലാളെ ഇടിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറും അതിനുള്ള കഴിവ് എനിക്കും കൂടെ ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുമായിരിക്കും. പക്ഷെ അല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ സച്ചിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എന്നത് ഇങ്ങനെ തൂക്കിയെടുത്ത് അങ്ങനെ എറിഞ്ഞാൽ മതി. അപ്പൊ അത് ഒരിക്കലും പ്രാക്ടിക്കൽ ആവില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ കഥയിൽ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഹീറോയിസം എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുക, സ്ക്രിപ്റ്റിലൂടെ എങ്ങനെയാണ്, കഥയിലൂടെ എങ്ങനെയാണ്, ക്യാരക്ടറിലൂടെ എങ്ങനെയാണ് അത് സഞ്ചരിക്കുക എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റ് ആയതുകൊണ്ട് തന്നെയാണ് അത് അവസാനം വരെയും. ഇപ്പോൾ ആക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കലും മറ്റേ ഇടിക്കുക എന്നുള്ള ആക്ഷനൊന്നും അല്ല, അത് സ്ട്രഗിളാണ്. കടിക്കുക, മാന്തുക, അതൊക്കെയാണ് നമ്മുടെ ആക്ഷൻ. ഈ കഥ കേൾക്കുമ്പോ എന്താ അല്ല, ഈ കഥ കേൾക്കുമ്പോ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ഇത് എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്ത എപ്പോഴേലും വന്നിട്ടുണ്ടായിരുന്നു? അല്ല കഥ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, അതിലാണ് നമ്മൾ കമ്മിറ്റ് ചെയ്യുള്ളൂ. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ്. ഞാൻ കൊല്ലംകാരനാണ്. ഇതേപോലെ ഈ പൈസ പിടിക്കുന്ന പരിപാടി ഒരുപാട് സ്ഥലങ്ങളിൽ എഴുതാനുള്ള ഒരാളാണ്. പേഴ്സണലി എന്റെ കല്യാണത്തിന് ഇങ്ങനെയുള്ള കലാപരിപാടികളൊന്നും വേണ്ടെന്ന് തീരുമാനിച്ചാണ്. കല്യാണ ലെറ്ററൊക്കെ അടിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ സ്വീകരണം
ഇന്ന ഡേറ്റിലാണ്, അതായത് പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. 500 രൂപ കൊടുത്തിട്ട് 100 രൂപ കൂടുതൽ എന്തായാലും മേടിക്കും. അത് അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് ചോദിക്കുന്ന ഒരു പരിപാടി ഞങ്ങളുടെ നാട്ടിലുണ്ട്. പക്ഷെ എൻ്റെ കല്യാണത്തിന് ആ കലപരിപാടി വേണ്ടത്. കല്യാണ ലെറ്റർ ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ നോക്കി എടുത്തതാണ്. ഇപ്പോൾ സ്വീകരണമൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് അഭിമാനം ഉണ്ടാക്കിയിട്ടുണ്ട്, ഭയങ്കര സന്തോഷം അഭിമാനമൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്, ഒരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഗുണവും ചെയ്യും. കാരണം പാവം പിടിച്ച വീട്ടുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കല്യാണത്തിൻ്റെ ഒരു തുക കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ സമയത്ത് ഈ പറഞ്ഞുകൊണ്ട് സ്വർണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാനും, ആ സ്വർണത്തിന് മാത്രമല്ല ആ കല്യാണ ചിലവുകളും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അവർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. പക്ഷെ എന്നാൽ പോലും 500 രൂപ കൊടുക്കേണ്ടടുത്ത് 400 രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ചോദിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതേപോലെ തന്നെ ഒരു ബുക്ക് ഉണ്ടാവും. ആ ബുക്കിനകത്ത് അപ്പോൾ ഒരു വീട്ടിൽ ചിലപ്പോൾ 2 പെൺകുട്ടികളുള്ള വീടുണ്ടാവും. ഞങ്ങളുടെ അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞങ്ങൾ കൊല്ലംകാർ എങ്ങനെ ഉണ്ടായിരുന്നു ആ അവിടുത്തെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളുണ്ട്, മൺട്രോത്തുരത്തിലെ ഒരു കാര്യം. മൺട്രോത്തുരത്തില് അവിടുത്തെ ആളുകൾ ഒരു അതിജീവനത്തിന്റെ പാതയിലാണ്. പ്രത്യേകിച്ച് സുനാമിക്ക് ശേഷം അവിടെ വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ നേരിടുന്ന ഒരു പ്രദേശമാണ്, താഴ്ന്നു പോകുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അവിടെ ആ രീതിയിലുള്ള അതിജീവനം. അപ്പൊ നിങ്ങളുടെ സിനിമയ്ക്കകത്ത് തന്നെ താറാവിടുത്തെ അനൗൺസറായിട്ട് വന്ന ശ്യാംദേവ് ശ്രാവൺ എന്ന് പറഞ്ഞൊരു, നമ്മുടെ പേഴ്സണലായിട്ട് നമ്മുടെ ഒരു സുഹൃത്തു കൂടിയാണ്. അദ്ദേഹമൊക്കെ അവിടുന്ന് വീട് വിട്ടു പോകേണ്ട ഒരു സാഹചര്യം വരെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുതിയ വീട്ടിൽ അദ്ദേഹം വീട് മാറി, എന്നിട്ട് മൺട്രോത്തുരത്തിന്റെ മറുകരയിലേക്ക് താമസം മാറിയ പോലും പഴയ വീടിന്റെ ആ ദുരന്തപൂർണമായ ഫോട്ടോ അദ്ദേഹം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, പഴയ വീട്. അപ്പൊ ഒന്ന് ആലോചിച്ചോണം, ആ നാട്ടുകാരുടെ ആ സ്വന്തം മണ്ണിനോടുള്ള അത്രയും ഇഷ്ടം കൊണ്ടായിരിക്കുമല്ലോ സ്വന്തം വീടിന്റെ ഫോട്ടോ എടുത്ത് പഴയ വീടിന്റെ ഫോട്ടോ പുതിയ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചാൽ. അപ്പൊ അത്രയും കണക്റ്റാണ് മൺട്രോത്തുരത്തിലെ ഓരോ നിവാസികളും ആ പ്രദേശത്തോടുകൂടി. അപ്പൊ നിങ്ങൾ ആ 10-60 ദിവസത്തെ ആ ഷൂട്ടിംഗ് മൺട്രോത്തുരത്തെ നിവാസികളുമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് ഞങ്ങളുടെ കൊല്ലംകാരെ കുറിച്ചുള്ള പപ്പടത്തിന് വേണ്ടി പോലും അടി നടക്കുന്ന ഞങ്ങളുടെ കൊല്ലംകാരെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? മൊത്തത്തിൽ എല്ലാവരുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? അല്ല, കൊല്ലംകാരെ കുറിച്ച് എനിക്ക് പേഴ്സണലി എനിക്ക് ഇതുവരെ ഒരു മോശം അഭിപ്രായം ഉണ്ടായിട്ടില്ല, എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല പേഴ്സണലി. ഈ പറയുന്നത് ഞാൻ ജയ എന്ന് പറയുന്ന സിനിമ അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും നല്ല 2 സിനിമകൾ ഉണ്ടായിട്ടുള്ളത് കൊല്ലത്തു നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൊല്ലം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫേവറേറ്റ് സ്ഥലങ്ങളിൽ ഒന്നാണെന്നാണ് എനിക്ക് എൻ്റെ ഭാഗ്യ സ്ഥലങ്ങളിൽ ഒന്നാണ് കൊല്ലം എന്ന് പറയുന്നത്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ കൊല്ലത്തു നിന്നുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേര്, ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചത്, അപ്പോൾ അവിടെ ഒരുപാട് കൊല്ലത്തു നിന്നുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. ആരുടെ ഭാഗത്തു നിന്ന് എനിക്ക് അങ്ങനത്തെ ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അതിനൊരു ജനറലൈസ്ഡ് ആയി തോന്നി വന്നു എന്ന് തുടങ്ങിയപ്പോൾ അതങ്ങനെ ആവും തോന്നുന്നു. എനിക്കൊന്ന് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അതന്നെയാണ് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നേരെ പോ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ ആർക്കെങ്കിലും ചിലപ്പോൾ അത് ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായി തോന്നുന്നതുകൊണ്ടായിരിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ പറയുന്ന ഷൂട്ടിങ്ങിൻ്റെ ഇടയിലൊക്കെ കക്കയിറച്ചി ഒക്കെ കൊണ്ടുതരും, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കഴിക്കും. ഭയങ്കര സ്നേഹത്തോടെയാണ് അവിടെ ഉള്ളവരൊക്കെ ഞങ്ങളെ ട്രീറ്റ് ചെയ്തിരുന്നത്. ഈ പറയുന്ന മൺട്രോത്തുരത്തിലേക്ക് കുറേ ദിവസം ഷൂട്ട് ചെയ്തത് ഞങ്ങൾ, ഒരുപാട് ദിവസം. മൺട്രോത്തുരത്ത് ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു പാരിസ്ഥിതിക പ്രശ്നം നേരിടുന്ന ഒരു സ്ഥലം കൂടെയാണെന്നുള്ളത് അവിടുന്ന് ആൾക്കാരൊക്കെ ഞങ്ങൾ അറിയാനും കഴിഞ്ഞത്. താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള. പക്ഷെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ആണ്. അത് ഇന്റർനാഷണൽ ക്വാളിറ്റിയാണ് ആ സ്ഥലത്തിൻ്റെ ടൂറിസത്തിന്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിദേശികൾ അവിടെ ടൂറിസത്തിനായിട്ട് വരുന്നതെന്ന് തോന്നുന്നു. ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും 2 പ്രാവശ്യം മൺട്രോത്തുരത്തിൽ 2 തവണയായിട്ട് ഫാമിലിയായിട്ടും സുഹൃത്തുക്കളുടെയും കൂടെ പോയിട്ട് അവിടെ പോയി സ്റ്റേ ചെയ്ത് 2-3 ദിവസം അവിടെ നിന്നിട്ടാണ് വന്നത്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് മൺട്രോത്തുരത്ത് എന്ന് പറയുന്നത്. ഈ പറയുന്ന ആ വില്ലേജ് ടൂറിസവും രാവിലെ ഏർലി മോർണിംഗ്, നട്ടപ്പുറ വെയിലത്ത് പോയി മറന്നിട്ട് കാര്യമില്ല. നല്ല ഏർലി മോർണിംഗ് അല്ലെങ്കിൽ നല്ല സൺസെറ്റ് സമയത്ത് ആ മൺട്രോത്തുരത്തിൻ്റെ ഐലൻഡിൽ ആ വെള്ളത്തിലൂടെ ഗ്രാമത്തിൻ്റെ ഇടയിലൂടെ ഒരു വഞ്ചി തുഴഞ്ഞു പോകുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലോകത്തെ എവിടെയും ഏത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, പ്രീമിയം ടൂറിസം ഡെസ്റ്റിനേഷനിലും കിട്ടാവുന്ന അത്രയും മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി മൺട്രോത്തുരത്തിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പം അത് ഞങ്ങൾക്ക് മനോഹരമാണ്. അപ്പോൾ ആ സ്ഥലം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ആ ആളുകളുടെ ആ ഒരു സ്ട്രഗിൾ അത് ബെറ്റർ, അത് ഇല്ലാതാവട്ടെ. അവർ ഇനിയും നന്നായിട്ട് അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിപ്പോൾ പ്രകൃതിയുടെ കയ്യിലാണ്, നമുക്കത് അതിൽ കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ എന്നാൽ പോലും ആ സ്ഥലം അത്ര മനോഹരമാണ്, അവിടുത്തെ ആൾക്കാരും അത്രയും മനോഹരമാണ്. അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ, അങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ. ആലോചിക്കാവുന്നതാണ്. ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് ആലോചിക്കാവുന്നതാണ്. ആൾക്കാരെ പറ്റി പറയുമ്പോൾ ഈ മരിയാനയുടെ വീട് ഷൂട്ട് ചെയ്ത ആ വീട് ഒറിജിനൽ വീടാണ്. അപ്പൊ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് ആകെ ചെറിയ വീടാണ്. ആ വീട്ടിലുള്ള ആൾക്കാർ നമുക്ക് വേണ്ടി അത്രയും സഹകരിച്ചു എന്നുള്ളതാണ്. ആകെപ്പാട് 2 റൂമേ ഉള്ളൂ. അതിന്റെ ഇടയിൽ നമ്മൾ ഷൂട്ടായിരുന്നു രാവിലെയും രാത്രിയൊക്കെ. അപ്പുറത്തെ വീട്ടിൽ പോയിട്ടാണ് കിടന്നുറങ്ങിയത് നമ്മളെ വീട് ഷൂട്ട് ചെയ്യുമ്പോൾ.
ഫുൾ ആ വീട്ടിൽ എല്ലാവരോടും അല്ലെ ഇറങ്ങിയാലും അത്രത്തോളം അവർ നമ്മളെടുത്ത് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കൊല്ലത്തിന്റെ ചെറിയ രീതിയിൽ ആ വേലിയേറ്റ പ്രശ്നം ചെറിയ രീതിയിൽ ഒന്ന് അഡ്രസ് ചെയ്യുന്നുണ്ട് സിനിമയിലുണ്ടോ. അമ്പാനെ അപ്പം ഇപ്പം ആവേശം കഴിഞ്ഞിട്ട് നേരിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അപ്പം അമ്പാൻ എന്നൊരു ക്യാരക്ടർ ശരിക്കും ആൾക്കാരുടെ മനസ്സിനുള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ എത്രത്തോളം വെല്ലുവിളി ഉണ്ടായിരുന്നു? കാരണം ഷെയ്ഡ് വരരുത്, അല്ലെങ്കിൽ ആൾക്കാരെ ഇത് കണ്ടിട്ട് സിനിമ അമ്പാന്റെ വന്നിട്ടുണ്ടല്ലോ എന്ന് തോന്നരുത്. അപ്പൊ എത്രത്തോളം വെല്ലുവിളിയായിരുന്നു ഈ ഒരു ക്യാരക്ടർ എടുക്കുമ്പോൾ? എനിക്ക് അതിനേക്കാളും കൂടുതൽ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്ക് വായിച്ച ആൾക്കാർക്ക് ഈ സിനിമ കാണുമ്പോൾ വായിച്ചതിൻ്റെ അത്ര വലിയ ഇത് ഇപ്പൊ കറക്റ്റ് ആയില്ല അങ്ങനെയൊക്കെ ഒരു ഇത് പെർഫോമൻസ് അത് വായിച്ചത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിലാണ് വായിച്ചിരിക്കുന്നത്. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടീമിന്റെ പെർസ്പെക്റ്റീവ് ആയിരിക്കും കാണാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിൽ ഒരു ഹ്യൂമർ കോമിക് ക്യാരക്ടറാണ് എല്ലാവരും മനസ്സിലത് കയറി. ഞാൻ ആ പടം ഷൂട്ട് കഴിഞ്ഞിട്ടാണ് വന്ന് റിലീസായിട്ടില്ല. അപ്പൊ നേരെ ഇവിടെ വരുമ്പോൾ ആർക്കും അറിയില്ല ഞാൻ അങ്ങനെ ഇതിലെന്താ ചെയ്തേക്കുന്നത്. എനിക്ക് മാത്രമേ അറിയുള്ളൂ ആവശ്യത്തിൽ അത് ചെയ്യാൻ. അമ്പാന്റെ ക്യാരക്ടർ എങ്ങനെ ചെയ്തതെന്നുള്ളത്. ഇവിടെ ഒന്ന് മരിയാന ഓൾറെഡി കഥ പറയുമ്പോൾ തൊട്ട് നമുക്കറിയാതെ എങ്ങനെയാണ്. പിന്നെ നോവൽ വായിച്ചപ്പോഴും അതിന് നല്ലൊരു ക്ലാരിറ്റി കിട്ടിയായിരുന്നു. അപ്പൊ അതിൻ്റെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കലി കുറച്ച് വണ്ണം വെച്ച് അതിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ തുഴയാൻ പഠിക്കാൻ പോയി. ഞാൻ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 10 ദിവസം മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി. ഞാൻ രാവിലെ ഇതുപോലെ 5:30 ആകുമ്പോഴേക്കും അഷ്ടമുടി കായലിൽ 2 ചേട്ടന്മാരുണ്ടാവും. വലിയ വള്ളം, പല രീതിയിലുള്ള ചെറിയ വള്ളം, വലിയ വള്ളം എല്ലാം തുഴയാൻ പഠിച്ച് പ്രോപ്പറായിട്ട് തുഴഞ്ഞിട്ട് തന്നെയാണ് ഓരോ ഷോട്ടിലും ചെയ്തേക്കുന്നത്. അതുപോലെ അങ്ങനെ കെട്ടി വലിക്കുന്ന അങ്ങനെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ പറ്റാവുന്ന എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ഒരു മിനിമലായിട്ടുള്ള കൊല്ലം സ്ലാങ് ഒക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നീട് ഇനി അടുത്ത സിനിമകളിലാണെങ്കിൽ അതൊക്കെ പരിഹരിക്കും. ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ടൊക്കെ വേണം. അതായിരുന്നു. അപ്പൊ ആവേശം കഴിയുമ്പോൾ ഫഹദ് എന്ന് പറഞ്ഞൊരു വലിയ ആളുടെ കൂടെ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് നേരെ വരുന്നത് ബേസിൽ എന്ന് പറഞ്ഞ ജനപ്രിയന്റെ കൂടെയാണ്. ഞാൻ ആക്ച്വലി ബേസിലിന്റെ ഒപ്പം 2ാമത്തെ സിനിമ ജാനമല്ലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോഴേക്കും ഞാൻ അജേഷ് PP ആയിട്ട് കണ്ടിട്ടുള്ളൂ, ബേസിലായിട്ട് കണ്ടിട്ടില്ല. അവിടെയാണെങ്കിൽ രംഗേനാണ് കണ്ടിട്ടുള്ളൂ, ഫഹദിനെ കണ്ടിട്ടില്ല. ആക്ഷൻ പറയുമ്പോൾ അത്രയും വ്യത്യാസമുള്ളൂ. ഇവിടെ അങ്ങനെ തന്നെ ആക്ഷൻ പറയുമ്പോൾ അജേഷ് PP, ബേസിലില്ല. രംഗനെ കൂടെ ഇനി കാണാൻ പറ്റുമോ? എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഭയങ്കര ആഗ്രഹമുണ്ട് പുള്ളിയുടെ വിളിച്ച്. അടുത്തത് ഇനി ടിനു പാപ്പച്ചന്റെ കൂടെ പോലീസ് റോളിലാണ് വരാറുണ്ട്. അതില് പെപ്പയും നീമ്പോളിയും ഒരുക്കുന്നു എന്നുള്ള റൂമേഴ്സ് വരുന്നുണ്ട്. എത്രത്തോളം സത്യം ഉണ്ട് അതില്? അത് ഒന്നും ഇതിനെപ്പറ്റി പറയാറായിട്ടില്ല. വരുന്ന ആളുകളിൽ വേണ്ടപ്പെട്ട ആളുകൾ പറയും എന്ന് വിചാരിക്കുന്നു. ടിച്ചറിനാണെങ്കിലും അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും അവരത് കറക്റ്റായിട്ട് പറയും. ഞാനിപ്പോൾ അത് പറഞ്ഞത് ഒരു കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ അവരെന്തായാലും അറിയിക്കും. എന്തായാലും ആദ്യമായിട്ടാണ് നീമ്പോളിയും പെപ്പും ഒരുമിക്കുന്ന റൂമേഴ്സ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ക്ലാരിറ്റി ആ സിനിമ ഉണ്ടാവോ, ആ സിനിമ ഇതാണോ എന്നുള്ളതൊക്കെ ഉടനെ തന്നെ അറിയോ. ബേസിൽ ഇതിൽ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ഇപ്പൊ നിന്റെ മൂത്തൊരു വെട്ടം വെച്ചിട്ടുണ്ട് എന്നുള്ള ഡയലോഗ്. ആ ഡയലോഗിനെ കേട്ടപ്പോൾ അത് ഭയങ്കര രസമായിട്ട് തോന്നും. ശരിക്കും പറഞ്ഞാൽ പൊന്നില്ലാത്തതാണ് പെൺകുട്ടികൾക്ക് വെട്ടം വെക്കുന്നത് എന്ന് തോന്നുന്നു. പൊന്നില്ലാതെയാണോ പെൺകുട്ടികൾക്ക് വെട്ടം വെക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ എന്നാണ് എനിക്ക്. പൊന്നുള്ള പെൺകുട്ടികൾക്ക് എന്താണ് തോന്നുന്നത് എന്താണ് തോന്നുന്നത് എന്നുള്ളതാണ്. നമ്മളാരും പെൺകുട്ടികളൊന്നും ആരും എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ സ്വർണ്ണം ഇട്ട് നടക്കുന്നതാണ് ഞങ്ങളെ കാണാൻ ഭംഗിന്ന് ഒരു പെൺകുട്ടിയും പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എനിക്കത് അറിയില്ല. പെൺകുട്ടികൾക്ക് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടം ശരിക്കും പറഞ്ഞ പെൺകുട്ടികൾക്കാണല്ലോ സ്വർണ്ണോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഒരു മിനിറ്റ്. 60s-ലെയും 70s-ലെയും ഒത്തിരി സ്ത്രീകൾ സ്ത്രീധനത്തിന് പേരിൽ ഇപ്പോഴും കല്യാണം കഴിക്കാൻ നിൽക്കുന്നുണ്ട്. അവര് ഈ സിനിമ കാണുമ്പോൾ അവർക്ക് 100% പെയിനായിരുന്നു. കാരണം ലിജോ മോളുടെ ഒരു ക്യാരക്ടർ ഇറങ്ങി പോവാൻ കാണിച്ച ഒരു മനസ്സ് അന്ന് അവർക്ക് തോന്നിയില്ല എന്നത്. അന്ന് അങ്ങനെ ഒരു കൾച്ചറേ അല്ല, നമ്മുടെ ഒരു വിഭാഗം അങ്ങനെയല്ല ജനങ്ങൾ ചിന്തിക്കുന്നത്. അവർക്ക് അതൊരു പെയിൻ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ജനത അവർ ചിലപ്പോൾ തിയേറ്ററിൽ സിനിമ കാണുന്നതായിരിക്കും, ടെലിവിഷനിലായിരിക്കും കാണുമ്പോൾ അവർ ഈ സിനിമ കാണുമ്പോൾ ഒരു പെയിൻ ഉണ്ടാവും. അവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ അന്ന് അവർക്ക് അങ്ങനെ ഒരു ധൈര്യം കാണിക്കാൻ പറ്റില്ല എന്നുള്ളതല്ലേ. ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷൻസിനോടെ പറയാൻ പറ്റുള്ളൂ. കാരണം അവരുടേത് ഇപ്പൊ അവരുടെ ലൈഫ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ തീരുമാനം എടുക്കുക. ഇത് ആദ്യം വ്യക്തികളാണ് തീരുമാനം എടുക്കേണ്ടത് ഇങ്ങനൊരു കാര്യത്തിൽ, ഈ ഒരു വിഷയത്തിൽ. പിന്നെ അത് കുടുംബങ്ങളിൽ നിന്ന് വ്യക്തികളും പിന്നീട് അത് കുടുംബങ്ങളിലുമാണ് ആ തീരുമാനം ഉണ്ടാവേണ്ടത്. അപ്പൊ അത് ആലോചിച്ച് ബുദ്ധിപരമായ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഈ ഒരു സിനിമ ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചത് കൊണ്ടോ ഒറ്റ രാത്രി കൊണ്ട് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു മാറ്റവും ഒരിടത്തും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ സിനിമകളൊക്കെയും ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ചെയ്യുക. അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ സിനിമകൾ കാണുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നൊക്കെ നമുക്കറിയാം. ഇപ്പൊ ഈ സിനിമ കൊണ്ടോന്നല്ല, ചുറ്റും നമ്മൾ ദിവസവും അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള ഇൻസിഡൻസ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ആളുകൾ അവനവൻ സ്വയം ആലോചിച്ച് അതിലൊരു ബുദ്ധിപരമായ അല്ലെങ്കിൽ അവനവന് ശരിയെന്ന് തോന്നുന്ന ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതേ പറയാനുള്ളൂ എല്ലാവരോടും. അവരെ ജീവിതത്തില് ആ സ്ത്രീകളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ആ സ്ത്രീകൾ ആ സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്നു. അപ്പൊ അവരതുമായിട്ട് സിങ്കായി അവരതുമായിട്ട് അങ്ങ് പോവുകയാണ്. അപ്പൊ അവർക്ക് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റാത്തെന്ന് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ ഭാവി അവരുടെ മക്കളോ അല്ലെ അവരുടെ കഴിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇറങ്ങിയ സമയത്ത് എല്ലാവരും തന്നെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആണ് കൊടുത്തിരുന്നത്. എല്ലാ തരത്തിലും ഫേസ്ബുക്കിൽ നോക്കിയാലും ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഡെപ്ത് അനുസരിച്ച് എഴുത്തുകൾ വരുന്നുണ്ട്, എല്ലാ തരത്തിലും പോസിറ്റീവ് വരുന്നത്. പക്ഷെ ഒരു കാർ നിരൂപകൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ ഭയങ്കരമായിട്ട് നെഗറ്റീവാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമാണ് ഞാൻ എൻ്റെ ഈ സോഷ്യൽ മീഡിയയിൽ ആ ഒരു നെഗറ്റീവ് കണ്ടിട്ടുള്ളൂ. ഈ സിനിമാ നിരൂപകർ എന്ന് പറയുന്ന ഈ ഇത്തരം യൂട്യൂബേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? ഇവർ സിനിമാ നിരൂപണമാണോ ചെയ്യുന്നത് അതോ അവരുടെ ഏണിങ്സിന് വേണ്ടിയിട്ടാണോ അവർ ചെയ്യുന്നത് എന്നുള്ളൊരു രീതിയിൽ എന്താണ് ഇതിനെ എങ്ങനെയാണ്? എനിക്കൊന്നും പറയാനില്ല. അവർക്ക് പറഞ്ഞത് കണക്ട് ആവാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ പറഞ്ഞത്. ബാക്കിയുള്ള റിവ്യൂസ് ഒക്കെ അത്യാവശ്യം പോസിറ്റീവാണ്. മൗത്ത് പബ്ലിസിറ്റി ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്ന നല്ല സിനിമയാണെങ്കിൽ ആളുകൾ പോയി കാണുന്നുള്ളത് തന്നെയാണ്. ഞാൻ പടം കാണുന്നത് ഇപ്പോൾ ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ റിവ്യൂ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് ചോദിക്കും ജെനുവിനായിട്ട് പടം കണ്ടിട്ടില്ല, അവർ ഒരു കളിയ നല്ല പടമാണ് അല്ലെങ്കിൽ ആവറേജ് കാണാനൊന്നും കളിയ OTT കണ്ടാൽ തിയേറ്ററിൽ തന്നെ പോയി കാണുന്നത് അങ്ങനെ പോയി കാണും. ഞാൻ അങ്ങനെയാണ് കറക്റ്റായിട്ട് നോക്കുന്നത്. അങ്ങനെ തന്നെയാണ് ജെനുവിൻ ഓഡിയൻസും അങ്ങനെയാണ് നോക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ യൂട്യൂബറിന്റെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് സിനിമ കണക്ട് ആയിട്ടുണ്ടാവില്ല. അവർ ചിലപ്പോൾ ഒരു മലബാർ ഏരിയ ഇങ്ങനത്തെ ഒരു സിസ്റ്റം മനസ്സിലാക്കാത്ത ഒരാളായിരിക്കും, ഒരു കൊല്ലത്തിന്റെ കൾച്ചർ അറിയാത്ത ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ അവര് മേടിച്ചിട്ടായിരിക്കും കല്യാണം കഴിച്ചേക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ കൊണ്ടിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പോൾ കണക്ട് ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ എങ്ങനെ രീതിയിൽ സിനിമയെ മോശമായിട്ട് പറഞ്ഞത് നല്ല സിനിമയാണെങ്കിൽ ആൾക്കാർ കാണും. അത്രയും പറയാനുള്ളൂ. ദീപകിന് എന്താ തോന്നുന്നു? ദീപക് ഇതുപോലെ നിരൂപകരെ പറഞ്ഞപ്പോ നിരൂപകൻ അശ്വത്ഥോക്കിനെതിരെ സംസാരിച്ചപ്പോൾ ഇത്തരം ഒരു ഇല്ലില്ല, അത് ഞാൻ പറഞ്ഞത് സിനിമ ഇറങ്ങിയത് എല്ലാവർക്കും അവരവൻ ചെയ്ത കാര്യം ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിരിക്കും. പുള്ളി ചെയ്ത പുള്ളിയുടെ വീഡിയോ പുള്ളിക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവുക. അപ്പം അഭിപ്രായങ്ങൾ പറയുന്നതിന് പ്രശ്നമൊന്നും ഞാൻ അന്നും പറഞ്ഞിട്ടില്ല ഇന്നും പറഞ്ഞിട്ടില്ല. പടം കണ്ടിട്ട് പിന്നെ ഒരുപാട് ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ ചെറിയ സിനിമകൾ ചിലപ്പം രക്ഷപ്പെടാതെ പോകും, അല്ലെങ്കിൽ ആൾക്കാർ കാണാതെ പോകും. ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ സിനിമ കണക്ട് ആവണമെന്നില്ല, കണക്ട് ആവുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ തിയേറ്ററിൽ കാണാതെ OTTയിൽ കണ്ടിട്ട് നല്ല സിനിമയായിരുന്നു എന്ന് പറഞ്ഞതിനേക്കാൾ നല്ലത് തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. അത് അവരവരുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. സിനിമാ നിരൂപണം എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു അതൊന്നും ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാവർക്കും അവരവരുടെ ചാനലുണ്ട്, അവരവർക്കുള്ള അഭിപ്രായം. ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ പടം ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സുഹൃത്തിനെ വിളിച്ച് ചോദിക്കും എങ്ങനെയുണ്ടാ പടം, കാണാൻ കൊള്ളാമോ ഇല്ല എങ്ങനെയുണ്ട്. അത് അവരുടെ അഭിപ്രായം കേൾക്കുന്ന പോലെ ഇപ്പൊ ആൾക്കാർ ചിലപ്പം യൂട്യൂബിലുള്ള വീഡിയോ കണ്ടിട്ട് സിനിമ കാണുന്ന ആൾക്കാരുണ്ടാവും. അതല്ലാതെ ചില ആൾക്കാർ ചിലപ്പം സിനിമ ഡയറക്റ്റ് എന്ത് സിനിമയാണെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ ട്രെയിലർ അല്ലെങ്കിൽ ടീസർ കണ്ടിട്ട് കാണണം എന്ന് ഉള്ളിൽ ആഗ്രഹിച്ച് ട്രെയിലർ പോലും കാണാതെ സിനിമ കാണുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ അതൊരു ഇതിന്റെ ഭാഗമായിട്ട് അങ്ങനെ കൂടെ കൊണ്ടുപോകുന്നത് മാത്രമേ ഉള്ളൂ. സിനിമകൾ നല്ല സിനിമകളാണെങ്കിൽ തീർച്ചയായും ആൾക്കാർ കാണും, വിജയിക്കും, ചർച്ച ചെയ്യപ്പെടും. ഉറപ്പായിട്ടും നമ്മുടെ സിനിമ അതുപോലെ സംഭവിക്കുന്നുണ്ട്, ഹിറ്റടിക്കുകയും ചെയ്യും. ദീപക് ബ്രോ, ഈ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ബേസിൽ ജോസഫിന് ഈ തിരക്കഥകൾ സെലക്ട് ചെയ്തതിൽ വല്ല ടിപ്സും ചോദിക്കാറുണ്ടോ? പിന്നെ ഇതൊക്കെ അറിയാതെ സംഭവിക്കുന്നതാണ്.
പിന്നെ ഹിറ്റാക്കാൻ ഞാൻ തന്നെ വേണമെന്ന് നിങ്ങൾ നിർബന്ധിക്കുന്നുണ്ട് അടുത്ത് 2-3 പടത്തിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് നോക്കട്ടെ. ഇല്ല, അങ്ങനെ സംഭവിക്കുന്നതല്ല. കാരണം ഒന്നാമത് ഇപ്പൊ ഈ സിനിമ ഞാൻ ശരിക്കും അങ്ങോട്ട് ചോദിച്ച് അഭിനയിച്ച സിനിമയാണ്. ഈ സിനിമ ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കല്യാണ സമയത്ത് കുറച്ച് സാമ്പത്തിക പ്രശ്നം, അതായത് ഈ മറ്റേ സ്വർണം വായിക്കാനും പരിപാടിയൊന്നുമല്ല, കല്യാണ ചെലവിലുള്ള കുറച്ച് ആവശ്യങ്ങൾക്ക് പൈസ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ എന്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സിനിമ ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പം വൈശാഖ് എന്ന് പറഞ്ഞൊരു സൗണ്ടിൽ വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അറിയാം. അപ്പൊ അവരെ വിളിച്ച് ഞാൻ ചോദിച്ചു ഇങ്ങനെ. അപ്പം ജോയിച്ചേട്ടന്റെ പടം ഇങ്ങനെ നടക്കുന്നത്, അപ്പൊ ജോയിച്ചേട്ടനെ വിളിച്ച് സംസാരിച്ച് അങ്ങനെയാണ് ആ സിനിമയിൽ എത്തിയത്. അതിന്റെ സ്ക്രിപ്റ്റ്, അതായത് ഞാൻ 4-5 ചെറുപ്പക്കാർ വായിച്ചിട്ടില്ല. നമ്മുടെ ആവശ്യം ചിലപ്പോൾ നമ്മുടെ നല്ല രീതിയിൽ കൊണ്ടെത്തിക്കും. ഇപ്പം സൂക്ഷ്മദർശിനിയാണെങ്കിലും അതുപോലെ വന്നതാണ്. ഇപ്പൊ MC ഇതിനായിട്ട് ഞാൻ മുന്നേ പരിചയമുള്ളതാണ്. അപ്പൊ അങ്ങനെ എത്തിച്ചേർന്ന സിനിമകളാണ്. എല്ലാ സിനിമകളും നന്നാവണം എന്നുള്ള സാഹചര്യത്തിനനുസരിച്ച് മാറി വരും. ഇനി പക്ഷെ എല്ലാം ഹിറ്റ് ആയിരിക്കും. എനിക്ക് ചോദിക്കാനുള്ളത് ലിജോ മാമിനോടാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ രാത്രി കൊണ്ട് അങ്ങനെ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ ഇനിയും ഇതുപോലെ മൂവീസ് ഇറങ്ങണം എന്ന് തോന്നുന്നുണ്ടോ? സോഷ്യൽ മെസ്സേജ് തരുന്നത് ഇതിനെ കുറിച്ച് മാത്രമാണ്. ഇതിനെക്കുറിച്ച് മാത്രമല്ല, എന്തായാലും അങ്ങനത്തെ സിനിമകൾ ഇറങ്ങണം. പക്ഷെ സിനിമകൾ കൊണ്ട് മാത്രം സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമകൾ മാത്രമല്ല, അതാ ഞാൻ പറഞ്ഞത്, അവനവന് ചിന്തിക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനവൻ തന്നെ ഓരോ കാര്യങ്ങളിലും അവനവന് ശരിയെന്ന് തോന്നും. പക്ഷെ അത് അവനവന് ശരിയെന്ന് തോന്നിയാൽ പോലും ചില കാര്യങ്ങൾ തെറ്റായിരിക്കാം. അവനവൻ എന്താണോ തോന്നുന്നത് ചിന്തിക്കാനുള്ള കഴിവുണ്ടല്ലോ എല്ലാവർക്കും. മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് തന്നെ ചിന്തിക്കാനുള്ള കഴിവ്. അപ്പോൾ ചിന്തിച്ച് ശരി എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇപ്പൊ നമ്മൾ സ്ത്രീധനം പണ്ടൊക്കെ നോർമലൈസ് ചെയ്ത് കണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പം അതിലും മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഇത്രയും കാലം ധരിച്ചു വെച്ചിരുന്നതായിരുന്നു ശരി എന്നുള്ളതിൽ തന്നെ അങ്ങനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാതെ അൺലേൺ ചെയ്യാന്ന് പറയില്ലേ, അങ്ങനെ ആളുകള് തിരുത്താനും ശരികളെ തിരഞ്ഞെടുക്കാനും അവനവൻ തീരുമാനിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. ഈ ഒരു കാര്യത്തിൽ നല്ല എല്ലാ കാര്യങ്ങളിലും അങ്ങനെ മാറ്റം ഉണ്ടാവും. അതിന് സിനിമകൾ മാത്രം ഒരു മാധ്യമമാക്കി എടുക്കുക എന്നുള്ളതൊന്നുമല്ല. ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും അവനവൻ തന്നെയാണ് അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. അതായത് ഇപ്പൊ നമ്മള് റീസെന്റ് നോക്കി തന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് ക്രൈമുകൾ നടക്കുന്നുണ്ട്. സ്ത്രീകൾ വെറും കച്ചവടവൽക്കരിക്കപ്പെടുകയാണെന്ന് പലപ്പോഴും ഒരു കച്ചവടമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ചില സമയത്ത് നമ്മൾ ഇത്രത്തോളം നിയമം ഉണ്ടായിട്ട് കൂടി ഇങ്ങനെയൊക്കെ ക്രൈമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം വരുന്ന പൊന്മാരെന്ന സിനിമ ഇറങ്ങിയത് ഇപ്പോൾ ലിജോമോന്റെ ക്യാരക്ടർ ആണെങ്കിൽ പോലും പറയുന്നൊരു ഡയലോഗുണ്ട്, എനിക്ക് കിട്ടി സ്റ്റെഫിക്ക് കിട്ടിയത് സ്റ്റെഫി വിട്ടു കൊടുക്കില്ല എന്നൊരു പറഞ്ഞ സിനിമ. അപ്പം ഇതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇപ്പം എല്ലാം മാറുമാറും എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം ഇതുവരെ നടന്നിട്ടില്ല. ഇല്ല, പണ്ടുള്ള സിറ്റുവേഷനിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ട്. പണ്ട് ഇത് നിർബന്ധമായിരുന്നു. ഇപ്പം സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അല്ലെങ്കിൽ കല്യാണം വളരെ ആർഭാടമായി നടത്തണ്ട എന്ന് തീരുമാനിക്കുന്ന യുവതലമുറ ഇപ്പോൾ ഉണ്ട്. അപ്പൊ മാറ്റങ്ങൾ ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഇമ്മീഡിയറ്റ്ലി അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, അത് ആളുകൾ അവനവൻ തന്നെ തീരുമാനം എടുക്കേണ്ടത്. ഇപ്പൊ പെൺകുട്ടികളായാലും സ്ത്രീധനം ചോദിച്ച് അല്ലെങ്കിൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് വരുന്ന ഒരാളെ കല്യാണം കഴിക്കില്ല എന്ന് ഒരു പെൺകുട്ടിക്ക് ധൈര്യത്തോടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റണം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടാവണം. ഞാൻ സ്ത്രീധനം ചോദിക്കില്ല എന്ന് ഒരു ആൺകുട്ടി തീരുമാനം എടുക്കണം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടാവണം. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുള്ളൂ. അതിപ്പോ ഇമ്മീഡിയറ്റ്ലി എന്നല്ല, പക്ഷെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ എന്തായാലും അതിൽ ഒരു നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവും. പിന്നെ ഇപ്പോ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മുൻപ് ഈ പറയുന്നത് പോലെ സ്ത്രീധന പീഡനം അല്ലെങ്കിൽ മരണമൊക്കെ ഉണ്ടായാലും അതിന് കേസുകളാവുകയോ ഇത്രയും ചർച്ച ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അതിനെ വളരെ നോർമലൈസ് ചെയ്തേ കണ്ടിട്ടുള്ളൂ. സ്ത്രീകളാണെങ്കിലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്നുള്ള പീഡനങ്ങളൊക്കെ സഹിച്ചു നിന്നിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തെ പെൺകുട്ടികൾ അതിൽ നിന്ന് ഇറങ്ങി വരാൻ ധൈര്യം കാണിക്കുന്നുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യാനും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാനൊക്കെ ധൈര്യം കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായാലും അപ്പൊ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വിവാഹ കമ്പോളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടത്തില്ല അല്ലെങ്കിൽ ചെറുക്കനെ കിട്ടില്ല എന്നത്. അപ്പൊ ഇതിലെ കഥാപാത്രത്തിന് പോലും ഇത്ര വയസ്സായി, ഇനി ആരെ കിട്ടും നോക്കുമ്പോഴാണെങ്കിൽ ഒരു കഥാപാത്രത്തിന്റെ കൂടെ പോകുന്നത് കല്യാണം കഴിക്കുന്നതല്ല. ശരിക്കും നമ്മുടെ സൊസൈറ്റി ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ആരെങ്കിലും പെട്ടിൽ വെക്കുക അല്ലെങ്കിൽ ആരെങ്കിലും കിട്ടുക അങ്ങനൊരു മെന്റാലിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. ശരി, അങ്ങനെ തോന്നിയിട്ടുണ്ടോ പെട്ടിൽ?
അങ്ങനെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെയും ഈ പറയുന്ന പോലെ നമ്മൾക്ക് പ്രഷർ ഉണ്ടായാലും നമ്മൾക്ക് തീരുമാനം എടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഫാമിലിയിലോ നാട്ടുകാരെന്ത് പറയും, എൻ്റെ മകൾക്ക് ഇത്ര വയസ്സായി അല്ലെങ്കിൽ എൻ്റെ മകൻ ഇത്ര വയസ്സായി, അവൻ കല്യാണം കഴിച്ചിട്ടില്ല, അപ്പൊ എത്രയും പെട്ടെന്ന് അവനൊരു കല്യാണം നടത്തണം അല്ലെങ്കിൽ അവൾക്ക് കല്യാണം നടത്തണം എന്ന് വിചാരിച്ച് അങ്ങനെ ആ പ്രഷറിനെ അവരെ ഏറ്റെടുത്ത് ഈ കുട്ടികളെ പ്രഷർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സ്ത്രീ ആയാലും പുരുഷനായാലും അവനവന് വേണ്ടി നിൽക്കാനും പഠിക്കണം. അതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് ആയിക്കോട്ടെ, നമുക്ക് സ്വന്തമായിട്ട് നിലനിൽക്കാൻ നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാം. പക്ഷെ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. ഇപ്പൊ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ എല്ലാവർക്കും ജോലിയുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ ഒന്നും ആയിരിക്കണമെന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഫാമിലിയുടെ ആയാലും അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ആയാലും പ്രഷറിന്റെ പുറത്തൊക്കെ അങ്ങനെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കപ്പെടാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പേടിയുണ്ടാവും. ശരിയാണ്, എനിക്ക് ഇത്ര വയസ്സായി, ഇനി ഒരു പെണ്ണ് കിട്ടില്ല അല്ലെങ്കിൽ ഇനി ഒരു ചെറുക്കനെ എനിക്ക് കിട്ടില്ല എന്നുള്ള പ്രഷർ വന്നേക്കാം. പക്ഷെ അതിനങ്ങനെ കുറെ ഘടകങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വളരെയധികം ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം വന്നൊരു ചർച്ചയിലാണ്. അതായത് ലാലേട്ടൻ, ഫാസിൽ, ആസിഫിക്ക അവരൊക്കെ ചെയ്ത പോലെ കണ്ണുകൊണ്ട് അഭിനയിക്കുക അല്ലെങ്കിൽ ഒരു ഷോട്ടിൽ തന്നെ ചെയ്യാന്ന് പറയുന്ന നിസ്സാര കാര്യമല്ലോ. ബേസിൽ ഇപ്പൊ ആ ഒരു ലെവലിലേക്ക് ആ ഗ്രാഫിലേക്ക് എത്തിയിരിക്കുകയാണ്. ശ്രദ്ധിച്ചായിരുന്നു? ആൾക്കാര് പറയേണ്ട കാര്യമാണല്ലോ. എന്നെ കൊണ്ട് ശ്രമിക്കുന്നതൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്, നന്നായിട്ട് ചെയ്യാൻ തന്നെയാണല്ലോ ശ്രമിക്കുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു മുമ്പ് എഴുതിയിരിക്കുന്നതിനേക്കാളും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അജേഷിന്റെ ക്യാരക്ടർ. അത് ബുക്ക് വായിക്കുന്നവർക്ക് പോലും, ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അജേഷ് 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 എന്നാണ് ബുക്ക് വായിച്ചവർക്ക് പോലും ടേക്ക് അവേ, ആദ്യത്തെ ടേക്ക് അവേ എന്ന് പറയും. അപ്പൊ അത് സിനിമയിലേക്ക് വന്നപ്പോൾ അങ്ങനെ തന്നെയാണ് അത് സംഭവിച്ചത്. അപ്പൊ അതിന്റെ കൂടെ നിൽക്കാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ്. ഞാൻ അതിനുവേണ്ടി പരമാവധി ശ്രമിച്ചു എന്നുള്ളതാണ്. ആ ബുക്ക് വായിച്ചപ്പോൾ കിട്ടിയൊരു ഹൈ സിനിമ ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് സ്ക്രീനിൽ വന്നപ്പോഴും അത് കിട്ടി എന്നുള്ളതാണ്. അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് സിനിമേനെ, ആ ക്യാരക്ടറിനെ നോക്കേണ്ടത്. അപ്പം അതിനുവേണ്ടി പറ്റുന്ന പോലെയൊക്കെയുള്ള എഫേർട്ട് ആക്ടർ എന്നുള്ള രീതിയിലും ഫിസിക്കലിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ റിയാക്ട് ചെയ്യുന്ന രീതി വളരെ ഡിഫറെന്റ് ആയിരുന്നു. ബേസിൽ നിന്ന ഒരാള് ഏത് കാര്യം തമാശ കിട്ടിയപ്പോ ഈ ലൂസിഫറിനെ എമ്പുരാന്റെ സമയത്ത് കൊണ്ടായി ക്രിയേറ്റ് ചെയ്ത സാധനം ഉണ്ടായിരുന്നു. അതുപോലെ തമാശയായിട്ടിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാൻ പറയുന്ന ഒരു കാര്യമല്ല. ഒരാൾ എടുക്കുന്ന ഒരു കമന്റ് ആയാലും എല്ലാം നോക്കി കണ്ട് ചെയ്തിട്ട് എന്നാൽ ഫണ്ണായിട്ട് എടുക്കുന്ന വളരെ കുറച്ച് പേര്, അതൊരു വിരളമായിട്ട് ഒരാളാണ് ബേസിൽ. എല്ലാ കാര്യം ഉടനെ തന്നെ നോക്കി കാണുന്ന ഒരാളാണ്. നമ്മൾ ഇവിടെയൊക്കെ തന്നെയുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാം ചുറ്റും നടക്കുന്നൊക്കെ അറിയാറുണ്ട്, കാണാറുണ്ട്. അപ്പോ എല്ലാവരും തമ്മിൽ റീലുകൾ അയക്കാറുണ്ട്, പറയുന്ന എല്ലാവരും എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫോട്ടോ വീഡിയോ അവിടെ ഇട്ടപ്പോ അങ്ങനെ ഒരു കമന്റ് ഇടാൻ അത് കണ്ടപ്പോ എനിക്ക് അതായിട്ട് തോന്നി, മുട്ടകളായിട്ട് തോന്നി. അപ്പൊ അത് മുട്ട പപ്സിലെ മുട്ട എന്ന് കമന്റ് ഇട്ടുന്നേ ഉള്ളൂ. അത് പക്ഷെ AI ആയിട്ട് വരുമെന്നും എല്ലാവരും ഞങ്ങള് രണ്ടും മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ കൂടെ ഇരുന്ന് മുട്ടപ്പക്സ് കഴിക്കുന്ന വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നു. അത്രയും ടെക്നോളജി വളർന്ന കാര്യം ഞങ്ങൾ ഇമാജിൻ ചെയ്തില്ല. ഇനി കുറച്ചുകൂടെ സൂക്ഷിച്ചു ലിജോബ, ഇപ്പോ ജയ്ബീബിന് വേണ്ടിട്ട് എലിയെ ഭക്ഷിക്കുമ്പോ എവിടെ കേട്ട് ശരിക്കും റിയൽ ആയിട്ട് കഴിച്ചതാണോ എലിയെ? ഇതൊരു 3 വർഷം മുന്നേ ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടായില്ല വേണ്ടി കുറെ കൊഞ്ച് കഴിച്ചായിരുന്നു. എലിയെ കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ നമ്മളൊരു ചിക്കൻ കറി കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പോർഷൻ കഴിച്ചു എന്നല്ല, അത് ഒന്ന് രുചിച്ചു നോക്കി, അത്രേ ഉള്ളൂ. അത്രേ ഉണ്ടായിരുന്നു. എന്തിന്റെ ടേസ്റ്റ് കഴിച്ചിട്ട് എന്നോട് പറയും. ബേസിലേട്ടാ ഈ പ്രാവൻകൂട് ഷാപ്പില് തൃശ്ശൂർ ലാംഗ്വേജ്, ഇപ്പൊ പൊന്മാനില് കൊല്ലം, ഇപ്പൊ ഈ ലാംഗ്വേജ് പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പൊ മമ്മൂക്കയൊക്കെയാണ് ഇപ്പൊ പോക്കിരി രാജമാണിക്യം, അപ്പൊ അങ്ങനെ നമ്മൾ കുറെ കണ്ടേക്കുന്നത് ലാംഗ്വേജ് പഠിക്കാൻ. അപ്പൊ അതിൽ റെഫറൻസ് വല്ലതും എടുത്തിട്ടുണ്ടാവും? റെഫറൻസ് അവിടെ ഉള്ള സിനിമ പ്രാവൻകൂട് ഷാപ്പ് എന്ന ഡയറക്ടർ തൃശ്ശൂരുകാരനാണ്, അതിന്റെ കുറിവ് എല്ലാം തൃശ്ശൂരുകാരാണ്. അപ്പൊ അവര് നമുക്ക് കറക്റ്റായിട്ട് ഇൻപുട്സ് വരും, എന്തൊക്കെ എങ്ങനെയൊക്കെ പഠിക്കുന്നത് വരും. ഈ സിനിമ ചെയ്തിരിക്കുന്ന എല്ലാവരും കൊല്ലംകാരാണ്. ഇതിന്റെ ഡയറക്ടർ കൊല്ലംകാരനാണ്, ഇതിന്റെ റൈറ്റർ കൊല്ലംകാരനാണ്, ചെയ്യുന്ന ഈ ഇരിക്കുന്ന ആൾക്കാരല്ലാതെ ഒട്ടുമിക്ക എല്ലാവരും കൊല്ലംകാരാണ്, ടെക്നീഷ്യൻസ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ആ സിനിമയിലുണ്ടാവും. അപ്പൊ ആ സിനിമയുടെ ഒരു സ്വഭാവം കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് ആക്സെപ്റ്റൻസ് ലാംഗ്വേജൊക്കെ
എടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ എന്നാലും ഞാൻ ഉപയോഗിച്ചത് ഭയങ്കര കൃത്യം കൊല്ലമാണോ എന്ന് എനിക്ക് പറയില്ല. അത് കൊല്ലംകാരൻ തന്നെ പറയണോ അത് കറക്റ്റ് കൊല്ലമായിരുന്നു എനിക്ക് അറിയില്ല. ഒരു ബേസിന്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും എന്താ പറയാനുള്ളത്? എനിക്ക് നല്ല അഭിപ്രായം. ബ്രൂണോ ഈ പറയുന്ന പോലെ നമുക്കൊക്കെ എവിടെയോ കണ്ട് പരിചയമുള്ള ഒരാൾ തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഒന്നും ചെയ്യാതെ നടക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ല. എല്ലായിടത്തും അങ്ങനെ ഒരു കഥാപാത്രം, ഒരു ആങ്ങള, ഒരു അനിയൻ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് അടിയുറച്ച് വിശ്വസിക്കുന്ന എന്തെങ്കിലും ഒരു സാധനത്തിന്റെ ഒരു പിൻബലം വേണം. അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച് അതിന്റെ എന്തൊക്കെ ആവാൻ ശ്രമിക്കുന്ന ഒരാളാണ് ബ്രൂണോ. ഉറപ്പായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ബ്രൂണോ ഈ പറയുന്ന പോലെ എന്റെ അമ്മ ഇന്നലെ സിനിമ കണ്ടിട്ട് എടുത്ത് പറഞ്ഞത്, നീ വീട്ടിൽ നമ്മളെ ട്രിവാൻഡ്രം, നീ വീട്ടിൽ കിടന്ന് പൊടിക്കും പോലെ തന്നെ ഇവിടെ നിന്റെ അത് കിടന്ന് ദേഷ്യപ്പെടുന്ന സാധനം കണ്ടിട്ട് നീ വീട്ടിൽ കിടന്ന് വെള്ളം വയ്ക്കും പോലെ തന്നെ നിന്റെ വെള്ളം വയ്ക്കുന്ന. അപ്പൊ അങ്ങനെയൊക്കെ കണക്ട് ആവുമായിരുന്നു. പിന്നെ ഈ ബ്രൂണോയെ സംബന്ധിച്ച് ബ്രൂണോ തുടങ്ങിയെടുത്തല്ല ഈ പറഞ്ഞ അവസാനം നിൽക്കുന്നത് എന്നുള്ളൊരു ഫാക്ട് ഉണ്ട്. പുള്ളി എന്താണ് ജീവിതം എന്നുള്ള റിയാലിറ്റിയിൽ പീക്ക് ടൈമിൽ തന്നെ ഡയറക്ഷന് വേണ്ടി ബ്രേക്ക് എടുക്കുന്നത് ഉചിതമാണോ തോന്നുന്നുണ്ടോ? അല്ല, ഇത് പീക്ക് ടൈമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പീക്ക് ഇനി വരാനിരിക്കുന്നത് എനിക്ക് പേഴ്സണൽ ലൈഫിൽ ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ് അജേഷിന്റെ ക്യാരക്ടർ. പല രീതിയിലും നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും ഈ പറയുന്ന അജേഷ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ നടക്കുന്ന ആൾക്കാരാണല്ലോ എല്ലാവരും തന്നെ. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ എല്ലാവരും ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്. എനിക്കും അത് പേഴ്സണൽ ലൈഫിൽ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സിനിമയിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ അങ്ങനത്തെ ഒരു രീതിയിലാണല്ലോ നമ്മളെല്ലാവരും ഫൈറ്റ് ചെയ്ത് തന്നെയാണല്ലോ എത്തുന്നത്. അല്ലാതെ ഒരു പ്രിവിലേജ് നല്ലല്ലോ വരുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഫൈറ്റ് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. സിനിമയിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം സക്സസ്ഫുൾ ആകുന്നില്ല. സിനിമയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഡെയിലി അജേഷായിട്ട് ജീവിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചാവണ വരെ അജേഷായിട്ട് ജീവിച്ചാൽ മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റൂ. അപ്പോൾ എന്നും അജേഷായിട്ടാണ് ജീവിച്ചോണ്ടിരിക്കുന്നത്. ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമകൾ ഒരുപാട് തിയേറ്ററിൽ മുമ്പ് റിലീസ് ചെയ്ത സിനിമകളൊക്കെ റീ റിലീസ് ആയിട്ട് ഫോർട്ട് ചെയ്ത് വരുന്നുണ്ട്. മിന്നൽമുരളി ആ രീതിയിലൊന്ന് കാണാൻ ആഗ്രഹമുണ്ടോ? അല്ല, അതൊക്കെ 10-20 വർഷം കഴിഞ്ഞിട്ടാണല്ലോ ബാക്കി. 20 വർഷം കഴിഞ്ഞിട്ട് തിയേറ്ററിൽ കാണാനുള്ളത് അത് പറയുന്ന ഒരു കോർപ്പറേറ്റ് നെറ്റ്ഫ്ലിക്സ് എന്നൊക്കെ ഒരു OTTയുടെ കയ്യിലാണല്ലോ. അപ്പൊ നമുക്കൊരു തീരുമാനം എടുക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് അത് വലിയ ഒരു കൂട്ടം ആൾക്കാരുടെ തീരുമാനം നമ്മുടെ കയ്യിലല്ല. അതിന്റെ തീരുമാനം അമേരിക്കയിലാണ് അതിന്റെ തീരുമാനം. കുറച്ച് പാടായിരിക്കും. ട്രംപൊക്കെ വിചാരിക്കേണ്ടി വരും. അവനുള്ള ഓക്കെ ഡിസൈനൊക്കെ ഇട്ടുന്നുണ്ട്. പൊന്മാൻ എന്നാണോ അതോ പൊന്മാൻ എന്നുള്ള പക്ഷിയുടെ ഏറ്റവും ബന്ധമുണ്ട്? കാരണം അത് പൊന്മാൻ ശരിക്കും പറഞ്ഞ കേന്ദ്രന്റെ വക്കീലൊക്കെ ഇടുന്ന ഒരു പക്ഷിയാണ്. അല്ലല്ല, തീർച്ചയായിട്ടും അതിന് വേറൊരു ലെയറും കൂടെ ഉണ്ട്. പൊന്മാൻ എന്ന് പറയുന്നത് പക്ഷി പറന്നു ഉയരുന്ന പക്ഷിയാണ്. മീനെ കുത്തിയിട്ട് പറന്ന് നേരെ മുകളിലേക്ക് പോകുന്നതാണ്. അപ്പൊ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു ട്രയംഫും കൂടെ ഉണ്ട് ഈ സിനിമയിൽ. അജേഷിന്റെ മാത്രമല്ല, ഈ പറയുന്ന ക്യാരക്ടേഴ്സ് ബ്രൂണോന്റെ സ്റ്റെഫി ഗ്രാഫിന്റെ ഒക്കെ ഒരു ട്രയംഫ് ഉണ്ട്. ഈ പറയുന്ന അവരുടെയൊക്കെ പറയുന്ന പറന്നു വരുന്ന ക്യാരക്ടേഴ്സ് കൂടെയാണ് ഇതിന്റെ സിനിമ തീരുമ്പോൾ. അങ്ങനെയാണ് ആ സിനിമ. അപ്പോൾ അതും കൂടെ ഒരു ഓൾട്ടർ ലെയർ ആയിട്ട് തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. എന്നാൽ പോലും പൊന്നുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മാൻ എന്നുള്ള രീതിയിൽ പൊന്മാനായിട്ട് വർക്കാവും. നീല പൊന്മാനെ പോലെ പറന്നു വരുന്ന കഥാപാത്രമായിട്ടും ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ രണ്ട് രീതിയിലും ആ ടൈറ്റിൽ ആപ്റ്റാണെന്ന് തോന്നുന്നു. ഇനിയിപ്പം റൊമാൻറ്റിക് സ്റ്റാർ ആവാനുള്ള പടമായിരുന്നു. അതില് പാട്ടിറങ്ങി നല്ല രീതിയിൽ റെസ്പോൺസ് തോന്നോണ്ടിരിക്കുകയാണ്. അങ്ങനെ ലെവലിലോട്ടോ ഭയങ്കര ചെറിയ റൊമാൻസ് കോമഡി ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഫെബ്രുവരി 14 എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പൊന്മാൻ കണ്ടതിന് ശേഷം അതിലോട്ട് വരുമ്പോൾ ഭയങ്കര വ്യത്യസ്തമായിട്ട് വിചാരിക്കുന്നു. എന്തായാലും ഫെബ്രുവരി 14 ഉണ്ട് ഭയങ്കര
ബേസിലേട്ടാ, അപ്പം പൊന്മാനില് അജേഷിന്റെ കഥാപാത്രം പറയുന്നുണ്ട് ആഘോഷങ്ങൾ അജേഷിന്റെ ഒരു വീക്ക്നെസ് ആണെന്ന്. ഇപ്പൊ എല്ലാ കള്ളുകൂടി സഭ നോക്കിയാലും അജേഷിനെ പോലെ ഒരു കഥാപാത്രം കാണും. കാരണം ഫസ്റ്റ് റൗണ്ട് തന്നെ രണ്ടുമൊക്കെ കട്ടൊക്കെ വെച്ചിട്ട് അടിച്ചെവിടെയും ആണെന്ന് കിടക്കുന്നത്. അപ്പൊ റിയൽ ലൈഫിൽ ഇങ്ങനെ ആരെങ്കിലും കണ്ട് ഇൻസ്പയർ ആയിട്ടാണോ ഈ കഥാപാത്രം ചെയ്തത്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അല്ല, അങ്ങനെയുള്ളവരുണ്ടല്ലോ, നമുക്കറിയാലോ ഇഷ്ടംപോലെ ആൾക്കാർ. ഇത് ആ സ്ക്രിപ്റ്റിലെ ബുക്കിലെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ റിയൽ ലൈഫിൽ ഇൻസ്പയർ ചെയ്തിട്ടല്ല, ആ ബുക്കിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അജേഷൻ രണ്ടെണ്ണം അടിച്ചിട്ടേ സംസാരിക്കാൻ തന്നെ തുടങ്ങുള്ളൂ. അജേഷ് അങ്ങനെയാണ്. അജേഷ് ആഘോഷം വേറൊരു തരത്തിലൊക്കെ അജേഷിന്റെ പോയിന്റ് ഓഫ് വ്യൂ രണ്ടെണ്ണമൊക്കെ അടിച്ച് നർമാദിക്കുക എന്ന് പറയുന്നതാണ് അജേഷിന്റെ ലൈഫിലെ ഒരു ആഘോഷം എന്ന് പറയുന്നത്. അതേസമയം ജോലിയുടെ സമയത്ത് കൃത്യമായിട്ട് ജോലി ചെയ്യുക എന്ന് പറയുന്നത് അയാളുടേതായിട്ടുള്ള ഐഡിയോളജീസ് ഉണ്ട്. അപ്പൊ അജേഷിന്റെ പോയിന്റ് ഓഫ് വ്യൂ രണ്ടെണ്ണം അടിക്കുക എന്ന് പറയുന്നത് അജേഷിന് ഒരു ആവേശമാണ്, ആഘോഷമാണ്. അത് ബുക്കിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള ക്യാരക്ടറിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. രണ്ടെണ്ണം അടിച്ചിട്ട് അജേഷ് സംസാരിക്കാൻ തുടങ്ങുള്ളൂ. അത്രയും റിസ്കിൽ നിൽക്കുന്ന സമയത്ത് ജെട്ടി വെച്ചിട്ട് കടപ്പെട്ട ഒരു ഓർഡർ എന്ന് പറയുന്നത് സത്യത്തിൽ ഇത്രയും റിസ്കിലാണ്. ഇത്രയും റിസ്ക് നിൽക്കുമ്പോ ആ റിസ്ക് എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞപ്പോ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ കള്ളടിച്ചിട്ടാണ് പുള്ളി അങ്ങനെ ചെയ്തത്. പിന്നെ അങ്ങനെ ചെയ്യാലോ. പുള്ളിയുടെ സ്റ്റൈൽ എങ്ങനെയാ? ഇത് അവിടെ മാത്രമല്ല, പലയിടത്തും പുള്ളി അങ്ങനെ ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ് 8 മണിക്ക് എണീച്ചല്ലേ? 8 മണിക്ക് എണീറ്റിട്ട് ഓടണം. ഒരു ആചാരം അങ്ങനെയാണ്. ആഘോഷത്തിന്റെ പല പല ടൈപ്പ് ഉണ്ടല്ലോ. പുള്ളി ഒറ്റയ്ക്കാ വന്നത്, പക്ഷെ കൂടെ ഓടിയപ്പോ 20 പേരുണ്ടായിരുന്നു. തലേ ദിവസം പുള്ളി കൂട്ടിയ ഗ്യാങ് ആണ്. ഒറ്റ രാത്രി കൊണ്ട് പുള്ളി ഉണ്ടാക്കിയെടുത്ത ഗ്യാങ് ആണ്. ഒറ്റയ്ക്ക് വന്നവനാണ്. പക്ഷെ പിറ്റേ ദിവസം അവൻ ഭയങ്കര ഷാർപ്പാണ്. കാരണം തലേ ദിവസം അടിച്ച് ഫിറ്റ് ആയിക്കുമ്പോഴാണ് പറയുന്നത് രാവിലെ എനിക്ക് എഴുന്നേറ്റ് ജെട്ടിപ്പുറത്ത് ഓടണമെന്ന്. കറക്റ്റ് എഴുന്നേറ്റ് അജേഷ് അലാം വെച്ച് എഴുന്നേറ്റ് ഓടാൻ വേണ്ടി പോയി. അത്രയും ക്ലാരിറ്റി ഉള്ള ഒരാളാണ് അജേഷ്. അത് പറഞ്ഞ വാക്ക് ഉറപ്പായിട്ട് ജെട്ടിപ്പുറത്തല്ലെങ്കിൽ ജെട്ടി ഇല്ലാതെ അജേഷ് ഓടും. പടത്തിലതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബേസിലേട്ടാ, ഈ ബേസിൽ യൂണിവേഴ്സിൽ ഇപ്പൊ ഭയങ്കര നടക്കുകയാണ്. കാരണം ഈ പൊതുവേദികളിലെ മന്ത്രിമാര് പോലും സെക്കൻഡ് ഇപ്പൊ ആരും വേദികളിൽ കയറിയാൽ കൈ കൊടുക്കാറില്ല, പേടിച്ചിട്ട്. അപ്പം അത് ഇതിപ്പോ ഒഫീഷ്യലായിട്ട് നിർത്താനുള്ള എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതൊരു സാമൂഹിക വിപത്തായി മാറിയിരിക്കുകയാണ്. എന്നാണ് ഇതിന്റെ അന്ത്യം? അന്ത്യൊന്നും ഉണ്ടാവില്ല. നിങ്ങളത് നിർത്തിയാലും അല്ലാതെ പണ്ടൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ആരും കാണുന്നില്ല. നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് പുറത്തുള്ളൂ. അത് തീരാൻ പോകുന്നില്ല. അത് തീരൂല. അല്ലെങ്കിൽ നമുക്ക് വല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. അല്ല, ഇപ്പൊ ശിവൻകുട്ടി മന്ത്രിയാണെങ്കിലും അവര് വിളിച്ചായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കോണ്ടാക്ട് ഒക്കെ ചെയ്തു? അതായത് നമുക്ക് അതിനെ കുറിച്ച് എന്താണ് ചെയ്യാൻ പറ്റുക? ബില്ല് പാസ്സാക്കിയാലോ? അവരൊക്കെ നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അതാണ് അതിന്റെ ഒരു അത് ആരെയും ഉപദ്രവിക്കുന്നില്ല, ആരും ഒരു ഉപദ്രവമില്ല. ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ആരാണെന്നൊന്നുമില്ല, എല്ലാവരും അതിന്റെ ഭാഗമാകുന്ന എല്ലാവരും അതിനകത്ത് എൻജോയ്മെന്റ് കണ്ടെത്തും എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അതല്ല ഇപ്പൊ കേരളത്തിലെ കൾച്ചർ മാറി. ഒരാൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് മറ്റൊരാളുടെ കൈ പിടിച്ചു വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതിലാണ് അതിൽ തുടക്കം. അല്ല, ഞാനിപ്പോ ഇതുപോലെ ക്യാമറ ആയിട്ട് ഇങ്ങനെ ഇവിടെ ക്യാമറ കൈ നീട്ടിട്ട് വരും, ചേട്ടാ ഷെയ്ക്കാൻ ചെയ്തു. അപ്പൊ തന്നെ എന്ത് വിശ്വസിച്ചരിപ്പോ നീ വലിച്ച അങ്ങനെയാണ്. പക്ഷെ ഓക്കെയാണ്. കഴിഞ്ഞ ദിവസവും കൂടെ ഒഴിച്ചേ ഉള്ളൂ. ബേസിൽ ടോവിന് വരുന്നത് മരണമാസം നടത്ത സ്ഥലത്തിന്റെ എങ്ങനെയാണ് ഞെട്ടിക്കോ ഞങ്ങളെ? അത് ആ സിനിമയായിട്ട് വരുമ്പോ പറയാം. പക്ഷെ നല്ല സിനിമയായിരിക്കും തോന്നുന്നു. കോമഡി സിനിമയാണ്. അത് വേറെ രീതിയിലുള്ള ഒരു സിനിമയാണ്. പെൺമാൻ പോലത്തെ ഒരു സിനിമയല്ല. അതിന്റെ കളറൊക്കെ വേറെയാണ്. അത് വേറെ രീതിയിൽ എന്റർടൈൻ ചെയ്യുന്നു തന്നെയാണ് തോന്നുന്നത്. ടോവി ബേസിൽ കോമ്പോ അതിൽ കാണാൻ പറ്റും. ക്യാമിയോ, ടോവിനോട് ക്യാമിയോ കാണാൻ പറ്റും. സിനിമ കാണുമ്പോ നോക്കാം. താങ്ക് യു.